ജീവിതം ദുനിയാവിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരിക്കലും വിഷമിക്കേണ്ടതില്ലാത്ത, നഖം കടിക്കേണ്ടതില്ലാത്ത, എന്തെങ്കിലും നമുക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നു പോയതിന്റെ ഫലമായിട്ടായിരിക്കും. അല്ലാത്തൊരു വിഷമം നമുക്കുണ്ടാവും. എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ ദീനിൽ നിന്ന് നമ്മൾ അകന്നു പോയത് കൊണ്ട് മാത്രം ഉണ്ടാവും. കാരണം ഈ ഖുർആനെ പിൻപറ്റുന്ന ആളുകൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും. മനുഷ്യരെ വിളിച്ച് അല്ലാഹ് പറയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ജനങ്ങളെ, ഇതാ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു സദുപദേശം വന്നിറങ്ങിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യരെ വിളിച്ചിട്ട് പറയാണ്, ഖദ് ജാഅത്കും മൗഇലതും മിർ റബ്ബികും. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ഉടമസ്ഥനായ നിങ്ങളുടെ കൈകാര്യകർത്താവായ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ഇതാ ഒരു മൗഇലത്ത് വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അത് ഹൃദയങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള, അസമാധാനത്തിനുള്ള, അസ്വസ്ഥതകൾക്കുള്ള, വ്യഥകൾക്കുള്ള, വിഷമങ്ങൾക്കുള്ള, ടെൻഷനുകൾക്കുള്ള ശമനമാണ്. ശരീരം ക്ഷീണിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, വെള്ളം കുടിച്ചില്ലെങ്കിൽ. മനസ്സ് ക്ഷീണിക്കും, മനസ്സിന് അതിൻ്റെ വിഭവങ്ങൾ, അതിൻ്റെ മെഡിസിൻസ്, അതിൻ്റെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ. മനസ്സിന്റെ ഭക്ഷണമാണ് സഹോദരന്മാരെ ഖുർആൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹ് പറയാണ്, അത് മുഅ്മിനുകൾക്കുള്ള സന്മാർഗമാണ്, കാരുണ്യമാണ്, ഹുദയാണ്. മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകിച്ചും ഖുർആൻ വലിയൊരു പരിഹാരമാണ്. ജീവിതത്തിലെ എല്ലാ വിഷമങ്ങൾക്കും മുഅ്മിനുള്ള വലിയ പരിഹാരം ഖുർആനാണ്. ഇന്ന ആളില്ലാത്തതുകൊണ്ടാണ് എൻ്റെ വിഷമം, അല്ലെ എനിക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിഷമം തീരുമായിരുന്നു, എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ വിഷമം തീരുമായിരുന്നു, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിഷമം തീരുമായിരുന്നു, എൻ്റെ ഉമ്മയൊപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിഷമം തീരുമായിരുന്നു എന്നാണ് ആളുകൾ. എല്ലാം ഭൗതികതയിലാണ് ആളുകൾ തളച്ചിരുന്നത്. സുഹൃത്തുക്കളെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ പ്രശ്നത്തിനുമുള്ള സൊല്യൂഷനും സമാധാനത്തിലുള്ള തുരുത്തും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്ത് എന്താ പറയുന്നത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറയുക, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ടും ഇതാ പടച്ച റബ്ബ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. ഫബിദാലിക ഫൽയഫ്റഹൂ, നിങ്ങൾ ആ ഗ്രന്ഥം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. രാജ്യം ഭരിക്കുമ്പോൾ ബൈത്തുൽ മാലിലേക്ക് ഒരുപാട് ഉരുക്കൾ ഇങ്ങനെ വന്നു, ഒട്ടകങ്ങളും ആടുമാടുക്കളൊക്കെ ആയിട്ട് ഒരുപാട്. ഇതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൃത്യൻ ഉമറിനോട് പറയാണ്, ഉമർ സന്തോഷിക്കൂ, ഫബിദാലിക ഫൽയഫ്റഹൂ, അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ സന്തോഷിച്ചു കൊള്ളുക എന്ന്. അതുകൊണ്ട് ബൈത്തുൽ മാലിലേക്ക് സമ്പത്ത് ഒഴുകി വരുമ്പോ ഉമർ താങ്കൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായ സമ്പത്തുകൾ വരുന്ന സന്ദർഭത്തിലല്ല, മറിച്ച് അള്ളാഹ് സന്തോഷിക്കുന്നത് പറഞ്ഞ എന്തുകൊണ്ടാണ്? ബിദീനില്ല, അള്ളാഹിന്റെ ദീൻ കൊണ്ട്, ബിശർഇല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കൊണ്ട്, ബിസുന്നത്തി നബിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൊണ്ടും ഈ ദീനുകൊണ്ട്, ഈ ഖുർആനോണ്ട് സന്തോഷിച്ചോളി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബിദാലിക ഫൽയഫ്റഹൂ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഈ ലോകത്ത് എല്ലാ രോഗത്തിനുമുള്ള മരുന്നിറക്കിയത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലേ? ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. കണ്ടെത്തിയത് കണ്ടെത്തി, അജ്ഞമായത് അജ്ഞമായി കിടക്കുന്നു. മരുന്നില്ലായിട്ടാണോ? കണ്ടെത്താത്തതുകൊണ്ടാണ്. പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കിയ ഷിഫാകളിൽ ഏറ്റവും അഅളമായത്, ഏറ്റവും അൻഫഅായത്, ഏറ്റവും അൻജഹായത്, ഏറ്റവും ഉപകാരപ്രദമായ, ഏറ്റവും മഹനീയമായ, ഏറ്റവും വിജയപ്രദമായ ശമനം, ഷിഫ, മരുന്ന്, അത് ഖുർആനാണ്. അള്ളാഹ് ഇറക്കിയ മരുന്നുകളിൽ ഏറ്റവും ഉപകാരപ്രദമായ, ഏറ്റവും ഫലവത്തായ,
ഏറ്റവും വിജയകരമായ മെഡിസിൻ അത് ഖുർആനാണ്. മനസ്സിലായത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ സംഗതികൾക്കുമുള്ള പരിഹാരമാണ് ഖുർആൻ. നമുക്ക് നിങ്ങൾ ഇറങ്ങിയ കാലത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാർ പറയണേ ഖുർആനാണ് എല്ലാത്തിനും കാരണം. അല്ലെ, എവിടെ തീ വെച്ചാലും അയാൾ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണം കേൾക്കാറുണ്ടായിരുന്നു. എന്തൊരു ഗതികേടാണ് അല്ലെ, എന്തൊരു ഗതികേടാണ്. മുസ്ലിം നാമമാണോ? അയാൾ സാക്കിർ നായിക്കിന്റെ പ്രസംഗം കേൾക്കുന്ന ആളാണ്. അയാൾ ദീനി ചിട്ട പാലിക്കുന്ന ആളാണ്. ദീനി ചിട്ട പാലിക്കുന്ന ആൾ എങ്ങനെയാണ് മനുഷ്യരെ കൊല്ലുക? ദീനി ചിട്ട പാലിക്കുന്ന ആളുകൾ എങ്ങനെയാണ് സാമൂഹിക അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക? ദീനി ചിട്ട പാലിക്കുന്ന ഒരുത്തൻ എങ്ങനെയാണ് സമൂഹത്തിന്റെ സ്വത്ത്, പൊതു സ്വത്ത് അത് കത്തിച്ച് നശിപ്പിക്കുക? ഏത് ദീനാ അത് പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഗ്രന്ഥം. അത് പഠിച്ചിട്ട് ഒരുത്തനും തീവ്രവാദിയായി പോകില്ല. പിന്നെ എന്തിനതൊക്കെ പറയേണ്ടത്? ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഭീതി ഉണ്ടാക്കി ആളുകളെ അതിലേക്കുള്ള ഒഴുക്കിനെ തടയാനാണ് ഈ ശ്രമങ്ങളൊക്കെ. അല്ലാതെ ഒരിക്കലും ഇത് പറയുന്ന ആൾക്കാർക്ക് പറയാ ഖുർആൻ കൊണ്ട് ഇങ്ങനെ സംഭവിക്കൂല. അവര് നമ്മളെക്കാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. അവരുദ്ധരിക്കുന്നതൊക്കെ ദുർവ്യാഖ്യാനമാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഖുർആനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയുന്ന ആൾക്കാര് ജസ്റ്റ് ഒന്ന് ഈ ഖുർആൻ ഇറങ്ങിയ കാലത്തേക്ക് പോയാൽ മതി. ഖുർആൻ ഇറങ്ങിയ കാലം എന്തായിരുന്നു? ഖുർആൻ ഇറങ്ങിയ കാലം എന്തായിരുന്നു? സ്വഹാബത്ത് പറയും, കുന്നാ നഹ്നു അഹ്ലുൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്നു. നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹത്തെ പൂജിച്ചവരായിരുന്നു. നഅ്കുലുൽ മൈത, ഞങ്ങൾ ശവന്തീനികളായിരുന്നു. ഞങ്ങൾ രക്തം കുടിച്ചവരായിരുന്നു. രക്തം കട്ട പിടിപ്പിച്ച് അത് പച്ചയായി ഭക്ഷിച്ചവരായിരുന്നു. രക്തദാഹികളായിരുന്നു, മദ്യമോഹികളായിരുന്നു, സ്ത്രീലമ്പടന്മാരായിരുന്നു. അകാരണമായി അനാവശ്യമായി പരസ്പരം ശണ്ട കൂടിയവരായിരുന്നു. എല്ലാവിധത്തിലുമുള്ള ഭീകരതയുടെയും തീവ്രതയുടെയും വർഗീയതയുടെയും 100% വിളഞ്ഞു നിൽക്കുന്ന അധാർമികതയുടെ ഭൂമികയിലാണ് ഇസ്ലാം പ്രഭ പരത്തിയത്. വിശുദ്ധ ഖുർആൻ പ്രകാശം പരത്തിയത്. കറുത്തവനെയും വെളുത്തവനെയും തോളോട് തോൾ ചേർന്ന് നിസ്കരിക്കാൻ പഠിപ്പിച്ചത്. പരസ്പരം സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാക്കിയത്. തന്റെ സുഹൃത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ മാത്രം ത്യാഗീവര്യന്മാരാക്കിയത്. മറ്റൊരുത്തിന്റെ രക്തത്തിന്, അവന്റെ അഭിമാനത്തിന്, അവന്റെ ശരീരത്തിന്, അവന്റെ സമ്പത്തിന്, അവന്റെ കുടുംബത്തിന് മൂല്യമുണ്ടെന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മാറ്റത്തിന്റെ ഗ്രന്ഥമാണ്. ഇസ്ലാം അത് മാറ്റത്തിന്റെ ഗ്രന്ഥമാണ്. ആരൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, അല്ലെ? അതല്ലേ അപ്രതീക്ഷിതമായിടത്തൊക്കെ ഖുർആൻ ഇടം കിട്ടണേ. ലോകം മുഴുവൻ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള മീഡിയകളും തിരിച്ചു വെച്ച് നിൽക്കുന്ന സമയത്തും അവിടെയും ഇസ്ലാമിന് ഒരു പോസിറ്റീവ് അള്ളാഹ് കൊണ്ടുവരാണ്. എന്തേ കാരണം? യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിറുകൾ എത്ര അനിഷ്ടമായി കണ്ടാലും ശരി, കാഫിറുകൾക്ക് എത്ര വെറുപ്പായാലും ശരി, സത്യനിഷേധികൾക്ക് എത്ര വിദ്വേഷവും വെറുപ്പും ഉണ്ടായാലും ശരി, ഇത് അള്ളാന്റെ പ്രകാശമാണ്. അള്ളാഹ് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹ് അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഗ്രന്ഥം പ്രകാശമാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ് സലാം വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലൻ നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇതാ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് പ്രകാശം, കിതാബും മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥം അള്ളാന്റെ അടുത്ത് ഇറങ്ങിയിരിക്കുന്നു. യഹ്ദീ ബിഹില്ലാഹ് മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ് സലാം. അള്ളാഹ് ഏറ്റവും നല്ല സമാധാനത്തിന്റെ, അവന് തൃപ്തകരമായ ജീവിതത്തിലേക്ക് അതിലൂടെ ചില ആളുകളെ വഴി നടത്തും.
യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ദുലുമാത്തിൽ നിന്ന്, എല്ലാ ദുലുമാത്തിൽ നിന്ന്, ദുലുമാത്തിൽ കുഫ്രി വൽ ബിദ്അതി വൽ മഅസിയതി വൽ ജഹ്ലി വൽ ഗഫ്ലതി ഇലാ നൂരിൽ ഈമാനി വസ്സുന്നതി വത്ത്വാഅതി വൽ ഇൽമി വദ്ദിക്രി, എല്ലാ ശിർക്കിൽ നിന്നും, കുഫ്റിൽ നിന്നും, ബിദ്അത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, വിവരമില്ലായ്മയിൽ നിന്നും, അശ്രദ്ധയിൽ നിന്നും അള്ളാഹു അനുസരണത്തിന്റെ, അറിവിന്റെ, ദിക്റിന്റെ, റബ്ബിനെ ഭയക്കുന്ന തഖ്വയുടെ വഴിയിലേക്ക് ആളുകളെ ഈ ഖുർആൻ കൊണ്ട് നടത്തും. ഖുർആൻ നൂറാണ്, ഹുദയാണ്, മാറ്റങ്ങളുടെ ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യരെ വഴി നടത്തുന്ന ഗ്രന്ഥം. ഖുർആൻ കൊള്ളയാണ്, മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ ചോദിക്കുകയാണ്, ഒരു സ്ത്രീ അതിക്രമിക്കപ്പെടാതിരിക്കാൻ, കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാൻ, മറ്റുള്ളവരുടെ കണ്ണുകൾ കൊണ്ടും അവരുടെ കൈകൾ കൊണ്ടും കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാൻ, സേഫായിട്ട് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ, ഒരു സഹോദരിക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രസ് കോഡ് ഏതാണ്? അവക്ക് കംഫർട്ട് ജീൻസും ബനിയനും ആണെങ്കിൽ അതിട്ട് പോയിക്കോട്ടെ, ആണുങ്ങളുടെ ഡ്രസ്സാണ് അതിട്ട് പോയിക്കോട്ടെ, അത് അവരുടെ ചോയ്സ് ആണെന്ന് പറയുമ്പോ അവിടെ സെക്യൂരിറ്റി ഉണ്ടോ? ലോകാവസാനം വരെ ഒരു പെണ്ണിന് സുരക്ഷിതമായി അവരുടെ റിലീജിയസ് സ്റ്റാറ്റസിനെ, അവരുടെ സെക്യൂരിറ്റിയെ, അവരുടെ ലൈംഗികതയെ, അവരുടെ ചാരിത്രത്തെ, അവരുടെ വിശുദ്ധിയെ, അവരുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഡ്രസ് കോഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ ഒരു പെണ്ണിന് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റിയ ഡ്രസ് കോഡാ മുന്നോട്ട് വെച്ചത് അല്ലേ? അതാണ് സുഹൃത്തുക്കളെ ഈ ദീനിന്റെ പ്രത്യേകത. യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും സ്ട്രൈറ്റ് ആയതിലേക്ക് നയിക്കും. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ജിന്നുകൾ വന്ന് ഖുർആൻ കേട്ടു. അവർ പറഞ്ഞു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഒരു ഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇലർ റുശ്ദ് ഫആമന്നാ ബി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, അത് ഏറ്റവും നല്ല വിവേകത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, സ്ട്രൈറ്റ് വേയിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്ന ഗ്രന്ഥമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഈ ഖുർആൻ ആളുകൾ സ്വീകരിക്കുന്നതും മാറ്റങ്ങൾ ഉണ്ടാകുന്നതും. നജാശി രാജാവിനെ കുറിച്ച് നമുക്കറിയാം. സൂറത്ത് മറിയം കേട്ട് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതിന്റെ ഒരു പതിപ്പാണ് ഈ വിശുദ്ധ ഖുർആൻ. വ്യഭിചരിക്കാൻ വേണ്ടി വൃദ്ധയായ ഒരു സ്ത്രീയുടെ വീട്ടുകോലായിൽ ചെന്ന് നിൽക്കുന്ന ഫുദൈൽ, അദ്ദേഹം അവിടെ നിന്ന് പിന്തിരിഞ്ഞോടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഖുർആനാണ്. ഖുർആനാണ്. കാലങ്ങളോളം ചെയ്തു കൂട്ടിയ നെറികേടുകളെ ഉപേക്ഷിക്കാൻ, മദ്യത്തെ ഉപേക്ഷിക്കാൻ, വ്യഭിചാരത്തെ ഉപേക്ഷിക്കാൻ, അക്രമത്തെ ഉപേക്ഷിക്കാൻ, പലിശയെ ഉപേക്ഷിക്കാൻ, ജാഹിലിയത്തിന്റെ സകലവിധ മാരകമായ ശീലങ്ങളെയും ഉപേക്ഷിക്കാൻ പ്രചോദനമായത് ഖുർആനാണ്. അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ കാതു കൂർപ്പിച്ച് നിൽക്കും. സഹാബത്ത് പറയാം, ഞങ്ങൾ ജാഗ്രത കാണിക്കും. അള്ളാഹുവിന്റെ പക്കൽ നിന്നൊരു ആയത്തിറങ്ങുമ്പോ ഞങ്ങൾ അതിനെ ഗൗരവത്തോടുകൂടെയാണ് കണ്ടിരുന്നത്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഇസ്ലാം സ്വീകരിച്ചു, പ്രയാസങ്ങൾ സഹിച്ചു, പ്രയാസങ്ങളെല്ലാം കെട്ടടങ്ങി, സ്വാതന്ത്ര്യം കൈവന്നു, സ്വസ്ഥമായി ഞങ്ങൾ ജീവിച്ച് ഞങ്ങളുടെ കച്ചവടത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് അള്ളാന്റെ ആയത്തിറങ്ങുന്നത്. അലം യഅനി ലില്ലദീന ആമനൂ വിശ്വാസികളെ, നിങ്ങൾക്ക് റബ്ബിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാനായില്ലേ എന്ന ആയത്തിറങ്ങിയപ്പോ ഞങ്ങളൊക്കെ പടച്ചോന്റെ ഒരു വാണിംഗ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നതായിട്ടാണ് കണ്ടത്. എന്ത്
ആദ്യകാലത്തൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച്, പട്ടിണി കിടന്ന്, പീഡനങ്ങൾ സഹിച്ച്, പിന്നെ അതെല്ലാം കെട്ടടങ്ങി ഞങ്ങളുടെ ബിസിനസ്സിലേക്കും കുടുംബത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞപ്പോ ദുനിയാവിലേക്ക് ആണ്ടുപോകുമോ എന്ന് തോന്നിയപ്പോ അള്ളാഹ് ഇറക്കിയ ആയത്ത് ഞങ്ങൾക്കുള്ള താക്കീതായിരുന്നു. ഖുർആന്റെ സ്വാധീനമാണ് സഹോദരന്മാരെ അത്. എന്തുകൊണ്ടാണ് ഖുർആൻ ആളുകളുടെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നത്, ആളുകളുടെ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോ മദ്യചഷകങ്ങൾ തച്ചുടച്ച് മദീനയുടെ തെരുവോരങ്ങളിലൂടെ മദ്യത്തിന്റെ അരുവി ഒഴുക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ച ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തീരുമാനിച്ചത് ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഖുർആൻ ഇങ്ങനെ മാറ്റമുണ്ടാക്കിയത്? ഖുർആൻ അങ്ങനെ ഒരു ജീവിത കാഴ്ചപ്പാടാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഇസ്ലാമിന്റെ ജീവിത കാഴ്ചപ്പാടാണ് എന്താ? ഈ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. 10 കൊല്ലം ജീവിക്കാനെ കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് തോന്നിയ പോലെ നിന്റെ ആംബിഷൻസ്, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ പ്ലഷർ, നിന്റെ സുഖം. നിനക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ഈവൻ നിന്റെ ഫാദർ, നിന്റെ മദർ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടത്തോട് പോലെയാണ്. മുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞ് പുറത്തു വന്നാൽ ആ കുഞ്ഞിന് മുട്ടത്തോടിനോട് വല്ല കമ്മിറ്റ്മെന്റും ഉണ്ടോ? ഇതുപോലെയാണ് അച്ഛനമ്മമാർ. അവരുടെ സുഖത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് നീ ഉണ്ടായി. അതല്ലാതെ അവർക്ക് നിന്നോട് പ്രത്യേകിച്ച്, നിനക്ക് അവരോട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്ന ആളുകളെ എന്ത് ഭാവി കണ്ടിട്ടാ സംസാരിക്കുന്നത്? എന്ത് ദീർഘദൃഷ്ടിയോടെ സംസാരിക്കുന്നത്? തങ്ങൾ ജീവിക്കുന്ന കാലത്ത് തങ്ങൾക്ക് പരമാവധി ശയിക്കണം. അത് സ്വന്തം അമ്മയോടാണെങ്കിൽ, സ്വന്തം പെങ്ങളോടാണെങ്കിൽ, നവജാത ശിശുവിനോടാണെങ്കിൽ, ചത്ത് കിടക്കുന്ന ജീവനില്ലാത്ത ഡെഡ് ബോഡിയോടാണെങ്കിൽ, മിണ്ടാപ്രാണികളായ ജന്തുക്കളോടാണെങ്കിൽ അത് പൂർത്തീകരിക്കണം എന്ന, അതല്ലേ അവരുടെ ജീവിത കാഴ്ചപ്പാട്. ഇസ്ലാമിനെ ക്രൂശിക്കുന്നവർക്ക്, ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക്, ഇസ്ലാം തെറ്റാണെന്ന് പറയുന്നവർക്ക് ഇവിടെ മുന്നിൽ വെക്കാനുള്ള ലിബറലിസത്തിന്റെ, എത്തിസത്തിന്റെ, പുരോഗമന ചിന്തകളുടെ ആശയങ്ങൾ എത്ര ചീഞ്ഞു നാറിയ സന്ദേശങ്ങളാണ്. അവർ ചോദിക്കുന്നത് എന്താ? പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ മടിയിലിരുന്നാൽ. ഇത് കേട്ട് ഒരുത്തൻ ക്യാമ്പസിലേക്ക് ഉദ്ഘാടനത്തിന് വന്ന ഒരു നടിയുടെ ഷോൾഡറിലൂടെ പിടിച്ചപ്പോ കേസായി. ആരാന്റെ മക്കൾക്ക് ആരാന്റെ മക്കളുടെ മടിയിലിരിക്കാം, പക്ഷെ നമ്മളെ മുഖത്ത് തുടർന്നെങ്കിൽ വേറെയാണ്. നമ്മൾ ലോജിക്, നമ്മൾ ആശയങ്ങൾ നമ്മൾ പലതും പറയും, പക്ഷെ നമ്മളെ മുഖത്തോട്ട് കളിക്കണ്ട. അല്ലേ? സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവിന് ഭക്ഷണം വെച്ച് വിളമ്പി അയാൾ ഓഫീസിലേക്ക് പറഞ്ഞയച്ച് യൂട്യൂബ് തുറന്നു വെച്ചിട്ടാണ് വിവാഹത്തിന്റെ ആവശ്യമില്ല, വിവാഹം എന്ന് പറഞ്ഞാൽ ഭർത്താവിനുള്ള അടിമവേലയാണ്, മക്കളെ പൊറ്റുക എന്ന് പറഞ്ഞാൽ അതൊക്കെ റിസ്ക് ഉള്ള കാര്യമാണ്, അതുകൊണ്ട് ലിവിങ് ടുഗദർ, ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കുക, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക, പിന്നെ അടുത്ത ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കുക, ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കുക. നിനക്കിഷ്ടം ആണിനോടാണെങ്കിൽ ആണിനെ, നിനക്കിഷ്ടം പെണ്ണിനോടാണെങ്കിൽ പെണ്ണിനെ, നിനക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിച്ചോ എന്ന് പറയുന്നതൊക്കെ സ്വന്തം ഭർത്താവിന് വെച്ച് വിളമ്പി അവർ ഓഫീസിലേക്ക് പറഞ്ഞിട്ട് യൂട്യൂബ് പറഞ്ഞിട്ട് പരിപാടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം വെച്ച കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ഇപ്പോഴത്തെ അവസ്ഥയെയും ഭാവിയെയും കൂടെ കണ്ടിട്ടാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളി, ആണുങ്ങളൊക്കെ ആണുങ്ങളി കല്യാണം കഴിച്ച എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ? ചൈനയിൽ അവിടുത്തെ ദമ്പതികൾക്ക് കുട്ടികളെ പ്രസവിക്കാനുള്ള എണ്ണം വെട്ടിച്ചുരുക്കിയതിന്റെ ദുരന്തം അവർ തിരിച്ചറിഞ്ഞ് പ്രസവിക്കുന്നവർക്ക് പ്രോത്സാഹനമാണ് ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആണിനെ കെട്ടിയാ എവിടെ പ്രസവം നടക്കുക? പെണ്ണിനെ കെട്ടിയാ എവിടെ പ്രസവം നടക്കുക? ദത്തെടുക്കാൻ പറ്റുന്ന പറയണത്. ദത്തെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടും. അതിനും വേണ്ട കുട്ടികള്, ദത്തെടുക്കണമെങ്കിലും വേണ്ട കുട്ടികള്. വേണ്ട, ഈ പറയുന്ന ആളുകളുടെ അമ്മ, അവരുടെ മദർ വേറെ ഒരു പെണ്ണിനെയായിരുന്നു പ്രേമിച്ച് അവരുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ അവരുണ്ടാകും. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് അതിന്റെയൊക്കെ ആശയങ്ങൾ? എന്താണ് അതിന്റെയൊക്കെ കാഴ്ചപ്പാട്? ഒന്നുമില്ല. ആളുകളെ ദീനിൽ നിന്ന് തട്ടി മാറ്റി പുതിയ പുരോഗമനം പറഞ്ഞ് ആളുകളെ എല്ലാവിധ തെമ്മാടിത്തങ്ങളിലേക്കും പുതിയ വേഷങ്ങളിലേക്കും പുതിയ പലതരത്തിലുള്ള അവരുടെ ബിസിനസിനെ പൊലിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മര്യാദക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ മനുഷ്യന്റെ ജീവരക്ഷത്തെ കുറിച്ച് പറഞ്ഞു. അടിച്ചു പൊളിച്ചോ മാക്സിമം. സ്വന്തം ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോ ഹോസ്പിറ്റലിന്റെ 200 മീറ്റർ അകലെ വെച്ച് കാറ് തീ പിടിക്കുമ്പോ മുന്നിൽ നിന്ന് പിന്നിലെ ഡോറ് തുറന്നു കൊടുത്ത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും വലിയ കുട്ടിക്കും രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്ത് ആ കാറിൽ പൂർണ്ണ ഗർഭിണിയോടൊപ്പം ബന്ധു മരിച്ചപ്പോ ആ കുടുംബത്തോട് പോയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ?
ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളെ ജീവിതം നോക്കിക്കോളി. പോയത് പോയി, വരുന്നേ വരും. നിങ്ങൾ നിങ്ങളെ മാതിരി ജീവിച്ചോളി പറയാൻ പറ്റുമോ? ഇസ് ഇറ്റ് പ്രാക്ടിക്കൽ? ഇത് റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സന്ദേശമാണോ? മനുഷ്യന് രോഗം സംഭവിക്കുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു, തകർച്ചകൾ സംഭവിക്കുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. ആ റിയാലിറ്റിയെ മറച്ചു വെച്ചുകൊണ്ടുള്ള പല വിധത്തിലുമുള്ള ആശയങ്ങളെയും ഭാവനയെയും റിക്രൂട്ട് ചെയ്യാന്നുള്ളതല്ല ഖുർആൻ ചെയ്തത്. ഖുർആൻ ചെയ്തത് മനുഷ്യന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സന്ദേശം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു. ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും ഉണ്ടാക്കിയത് ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് പരിശോധിക്കാനാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവകും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസാ. ഈ ഭൂമിക്ക് മുകളിലുള്ള എല്ലാറ്റിനെയും നാം അലങ്കാരമാക്കിയത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. ജീവിതം പരീക്ഷണമാണ്. ഇവിടെ മുജാഹിദ് നേരത്തെ ഓതിയ ആയത്ത് നിങ്ങൾ കേട്ടു. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, നഷ്ടങ്ങൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള തകർച്ചകൾ കൊണ്ട്. ജീവിതം പരീക്ഷണമാണ്. ഇവിടെ കിട്ടിയാലും പരീക്ഷണാണ്, ഇവിടെ നഷ്ടപ്പെട്ടാലും പരീക്ഷണമാണ്. രോഗിയെ കാണുമ്പോൾ ആൾക്കാർ പറയും പടച്ചോന്റെ ഒരു വിധിയിലേ. ഒരാളൊരു പുതിയ കിയാ കാർ ഇറക്കിയിട്ട് ഈ കോലായി കൊണ്ട് നിർത്തിയാൽ ആരും പറയില്ല പടച്ചോന്റെ ഒരു വിധിയിലേ. എന്താ പടച്ചോന്റെ വിധിയല്ലേ? പരീക്ഷണങ്ങൾ മാത്രമല്ല പടച്ചോന്റെ വിധി, ബുദ്ധിമുട്ടുകൾ മാത്രമല്ല പടച്ചോൻ തരുന്നേ. എല്ലാം പടച്ചോന്റെതാണ്. വനബലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ ശൈശവമാണ്, പിന്നീട് യൗവനമാണ്, പിന്നീട് ദുർബലതയുടെ വാർദ്ധക്യമാണ്. ആ ജീവിതത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ കറക്റ്റ് പഠിപ്പിച്ചത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക് സവാബൻ വഖൈറുൻ അമലാ. മക്കൾക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ജീവിതം, സമ്പത്തിന് വേണ്ടി മാത്രമല്ല നിന്റെ ജീവിതം, ജോലിയും കുടുംബവും മാത്രം നോക്കിയാൽ പോരാ. അതൊക്കെ സീനത്തുൽ ഹയാത്ത് ദുനിയ, ദുനിയാവിന്റെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വഖൈറുൻ അമലാ. നീ ബാക്കിയാക്കുന്ന ബാക്കിയാത്ത് സ്വാലിഹത്തുകളാണ്. നിന്റെ വിശ്വാസവും നിന്റെ കർമ്മങ്ങളും നിന്റെ അദ്കാറുകളുമാണ് നിനക്ക് ബാക്കിയാക്കുക. ഇവിടെ കണ്ണു കാണാത്ത മനുഷ്യന്മാർ, അല്ലെ, കാത് കേൾക്കാത്ത മനുഷ്യന്മാർ, നടക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ, ജന്മന ഓട്ടിസം ബാധിച്ച മനുഷ്യന്മാർ, ഇവരോടൊക്കെ എന്താ നമ്മൾ ജീവിതം എന്തിനാ ചോദിച്ചാൽ എന്താ പറയാ? അടിച്ചുപൊളിക്കാനുള്ളതാണ് അറിയാം. ആണോ? ജീവിതം അടിച്ചുപൊളിക്കാനുള്ളതാണ്. ഈ ലോകം ഒന്ന് കാണാൻ പോലും ഭാഗ്യം കിട്ടാതെ എങ്ങനെയാണ് അടിച്ചുപൊളിക്കല്? അതുകൊണ്ട് ജീവിതം എന്താണെന്ന് കൃത്യമായിട്ട് പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസൂയയും ആർത്തിയും കിബറുമില്ലാതെ മനുഷ്യന് പക്വമായിട്ട് ജീവിക്കാൻ അത് പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ഒരു ജീവിത ലക്ഷ്യം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. മരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങൾ എല്ലാവരും മരിക്കും, നിങ്ങളുടെ കർമ്മത്തിന് പൂർണ്ണ പ്രതിഫലം കിട്ടാൻ മരിച്ച് പരലോകത്ത് വേണം. അവിടെ സ്വർഗത്തിൽ പ്രവേശിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആരാണോ അവരാണ് വിജയം വരിച്ചവർ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ ജീവിതം വഞ്ചിക്കുന്ന വിഭവമാണ്, വഞ്ചിക്കുന്ന വിഭവമാണ്. ഇവിടെ പരമാവധി പൈസ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് നല്ലപ്പം കാലത്ത് ഇബാദത്തൊന്നും ചെയ്യാതെ കുടുംബത്തിനൊന്നും സമയം കൊടുക്കാതെ ഓടി നടന്ന ആൾക്കാർക്ക് മര്യാദയ്ക്ക് ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്ന അവസ്ഥ. പൈസ പാടുണ്ട്, പക്ഷെ ഒരു മര്യാദയ്ക്ക് ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്ന അവസ്ഥ. അതാണ് ഈ ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമാണെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ജീവിതത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ, ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നു.
മാത്രവുമല്ല ഇവിടെയല്ല ജീവിതം, മരണത്തിനപ്പുറത്താണ് ജീവിതം. മരണാനന്തര ജീവിതം കൃത്യമായിട്ട് ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കാഫിറുകൾക്ക് അല്ലാഹു ദുനിയാവിനെ അലങ്കാരമാക്കിയിരിക്കുന്നു. കാഫിറുകള് ദുനിയാവിനെ അലങ്കാരമായിട്ട് കാണുക. അവർ പറഞ്ഞില്ലേ, മുഹമ്മദെ അനക്കാണോ നേതാക്കൾ, ഞങ്ങൾക്കാണോ? അനക്കാണോ അധികാരം, ഞങ്ങൾക്കാണോ? അനക്കാണോ സമ്പത്ത്, ഞങ്ങൾക്കാണോ? അനക്കാണോ ശക്തി, ഞങ്ങൾക്കാണോ? ചോദിച്ചില്ലേ? ദുനിയാവിനെ അവർ അലങ്കാരമായി കണ്ടു. വിശ്വാസികൾ അവർ പരിഹസിക്കുകയും ചെയ്തു. അല്ലാഹു പറയാണ്, ഖിയാമത്ത് നാളിൽ അവരുടെ മുകളിലാണ് വിശ്വാസികൾ ഉണ്ടാവുക. ഈ കളിയാക്കിയവന്മാരുടെ മുകളിലായിരിക്കും വിശ്വാസികൾ പരലോകത്തുണ്ടാകുക. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്ക് നോക്കാതെ കൊടുക്കുന്ന ആളാണ്. മനുഷ്യന്മാർ ദുനിയാവിൽ പെണ്ണ്, ഇണകൾ, മക്കൾ, സമ്പത്ത്, സ്വർണം, വെള്ളി, മൃഗങ്ങൾ, അങ്ങനെ ദുനിയാവിലെ വീടുകൾ, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ലില്ലദീന തഖവ ഇൻദ റബ്ബിഹിം ജന്നാതു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്ത് കൂടെ അരുവി ഒഴുകുന്ന ഒരു സ്വർഗ്ഗപ്പൂന്തോപ്പ് മരണത്തിനപ്പുറത്ത് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കൂ നബിയേ. എന്ത് നിങ്ങൾ ദുനിയാവുമലാണ് ചുറ്റിപ്പറ്റി ജീവിക്കണേ, ദുനിയാവിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. എന്നാൽ ഇതിനേക്കാൾ നല്ലൊരു ലോകം വരാനുണ്ട്. അത് മനുഷ്യനെ നന്മ ചെയ്യാൻ പ്രചോദനമാണ്, തെറ്റിൽ വീഴാതെ കാക്കാൻ പ്രചോദനമാണ്, അല്ലേ? അതിനാണത് പ്രചോദനം. അല്ലാതെ സ്വർഗത്തിലെ ഹൂറികൾക്ക് വേണ്ടി ദുനിയാവിൽ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്, തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ഓരോട് നമുക്കൊന്നും പറയാനില്ല. അള്ളാഹുവേ ഹിദായത്ത് കൊടുക്കണേ പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണം മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് വിചാരിച്ചിട്ട് സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ഒരാൾക്ക് മരണത്തിനപ്പുറത്ത് ജീവിതം ഇല്ലെങ്കിൽ നഷ്ടമുണ്ടോ? നഷ്ടമല്ല. അഹമ്മദ് ദീദാത്തിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പരിതാപകരമുണ്ട്. കാരണം മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിച്ചാണ്ട് നിങ്ങൾ ഇവിടുത്തെ കള്ളും ഇവിടുത്തെ പെണ്ണും ഇവിടുത്തെ ബാറും ഇതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ജീവിക്കുമ്പോൾ മരണത്തിനപ്പുറത്തൊരു ജീവിതം ഇല്ലെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര അഹമ്മദ് ദീദത്തോട് പറഞ്ഞു, മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് നന്മ ചെയ്ത് ജീവിക്കുന്ന എനിക്ക് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഇല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന നഷ്ടത്തെക്കാളും വലിയ നഷ്ടീകാരം മരണത്തിനപ്പുറത്തൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞ് തോന്നിയ പോലെ ജീവിക്കണ എനിക്ക് മരണത്തിനപ്പുറത്തൊരു ജീവിതം എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ അജണ്ടയായി ഇറങ്ങാനുള്ള അവതരണമായ കാരണമായിട്ട് 3 കാര്യങ്ങൾ സ്ഥാപിക്കലാണ് ഖുർആന്റെ പ്രധാന അജണ്ട. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ആഖിറത്തുണ്ടെന്ന് സ്ഥാപിക്കാൻ വിശുദ്ധ ഖുർആൻ നിരവധി വചനങ്ങളാണ് അവിടെ ഉദ്ധരിച്ചത്. സഅമല്ലദീന കഫറൂ അല്ലൻ യുബ്അസൂ ഖുൽ ബലാ വറബ്ബീ ലതുബ്അസുൻ ثم لتنبؤن بما عملتم وذلك على الله يسير. കാഫിറുകൾ പറയാണ് മരണത്തിനപ്പുറത്തൊരു ജീവിതമല്ല, മരണത്തിനപ്പുറത്തൊരു ജീവിതമല്ല. ഹയാത്തുന ദുനിയ നമൂതു വനഹ്യാ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിക്കുക മരിക്കുക, ദാറ്റ്സ് ഓൾ. മരണത്തിനപ്പുറത്തൊരു ജീവിതമല്ല എന്നവർ പറയാണ്. അങ്ങനെ ഒരു റജ്അ ഉണ്ടെങ്കിൽ അത് റജ്ഉൻ ബഈദ്, അത് വിദൂരമായ ഒരു മടക്കം തന്നെയാണ്. സഅമല്ലദീന കഫറൂ അല്ലൻ യുബ്അസൂ. നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂല എന്ന് കാഫിറുകൾ വാദിക്കുകയാണ്. ഖുൽ നബിയേ പറയൂ, ബലാ വറബ്ബീ ലതുബ്അസുന്ന. എന്റെ റബ്ബ് തന്നെയാണ് സത്യം, അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. സൂറത്ത് വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا أئنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين. അവര് പറയാണ്, മരിച്ച് മൺമറഞ്ഞ് മണ്ണായി തീർന്ന പിന്നെ ഞങ്ങൾ ഇഞ്ഞും ഉയർത്തെഴുന്നേൽപ്പിക്കും. നബിയെ പറഞ്ഞു കൊടുക്ക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, നിങ്ങളുടെ മുൻഗാമികളും നിങ്ങളുടെ പിൻഗാമികളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇലാ മീഖാതി യൗമിൻ മഅലൂം, നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചിതമായ സമയത്ത് ഒരു നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. നിങ്ങളുടെ മുൻഗാമികൾ വരും, നിങ്ങളുടെ പിൻഗാമികൾ വരും. അടുത്തായത് എന്താ? സുമ്മ ഇന്നകും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ, നിങ്ങളുടെ മുൻഗാമികൾ വരും, നിങ്ങളുടെ പിൻഗാമികൾ വരും, പിന്നെ നിങ്ങൾ മാത്രം നോക്കിക്കോ. സുമ്മ ഇന്നകും, പിന്നെ നിങ്ങളും, അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ, കളവാക്കിയ വഴിതെറ്റി ജീവിക്കുന്നവരെ നിങ്ങളും വരും. അതുകൊണ്ടാണ് സൂറത്ത് മുർസലാത്തിന്റെ അവസാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. പരലോകത്ത് വെച്ച് അവരോട് പറയും, ദാ നിങ്ങൾ കളവാക്കിയ നരകല്ലേ, നടക്കീം, ദാ നടക്കീം. നിങ്ങളല്ലേ പറഞ്ഞതൊന്നും ഉണ്ടാവില്ലാന്ന്, നടക്കി, നിങ്ങൾ കളവാക്കിയ നരകത്തിലേക്ക്. لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنه جمالة صفر ويل يومئذ للمكذبين. അതാ നരകം, കൊട്ടാര സമാനമായി തീപ്പൊരി വാരിക്കുന്ന നരകം. മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾക്ക് സമാനമായ തീപ്പൊരി പറത്തുന്ന നരകം. നടക്കി നരകത്തിൽ എല്ലാരും. നിങ്ങൾക്കൊരു ന്യായം ഇവിടെ നിരത്താൻ പറ്റൂല. മനസ്സിലായി? എല്ലാരും ഇവിടെ എത്തിയാണ്, മുൻഗാമികളും പിൻഗാമികളും എല്ലാരും. നിങ്ങൾ ഇവിടെ എത്തിയാണ് അല്ലെ, എല്ലാരും എത്തിയാണ്. ദുനിയാവെന്ന് കളവാക്കിയ ആൾക്കാരായിരുന്നു. ദുനിയാവെന്ന് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിന്? അബൂജഹൽ പറഞ്ഞ നരകത്തിന്റെ കാവൽക്കാരിൽ ഒരുത്തരങ്ങൾ നോക്കിയത്, ബാക്കി എല്ലാത്തിനും ഞാൻ നോക്കിക്കോളാം. ഒരക്കട് വെട്ടിയിട്ട് നമുക്ക് ഇന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് പോവാന്ന് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലേ. ദുനിയാവെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ തന്ത്രമില്ലേ, നിങ്ങൾ ആസൂത്രണം നടത്തിയ തന്ത്രമില്ലേ, ആ തന്ത്രം ഇങ്ങ് നിങ്ങൾ പുറത്തേക്കെടുക്കൂ. നിങ്ങൾക്ക് തന്ത്രം പയറ്റാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അള്ളാന്റെ വാക്കാണ്. നിങ്ങളെ തന്ത്രമൊക്കെ ഒന്ന് എടുക്കി ഒന്ന് കാണട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം, ഖുർആൻ ഈ ലോകം താൽക്കാലികമാണെന്നും മരണത്തിനപ്പുറത്തൊരു ഹിസാബിന്റെ, ഒരു ജസാഇന്റെ, സ്വർഗത്തിന്റെ, നരകത്തിന്റെ ലോകമുണ്ടെന്നും നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നത് കൊണ്ട് അതറിയുന്ന ഒരാൾക്ക് ധർമ്മപാതയിൽ മുന്നോട്ട് പോകാനും സമാധാനത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കൾ, ഖുർആൻ ശരിയായ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസം ശരിയായാലേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉഹുദ് എന്താണ്? ഉഹുദ് 3000-ഓളം ശത്രുക്കൾ മദീനയെ അതിജയിക്കാൻ വേണ്ടി വന്നപ്പോൾ സ്വഹാബത്തിലെ യുവാക്കളെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി നബി ചർച്ച ചെയ്യാം, എന്ത് ചെയ്യണം. മുനാഫിക്കുകളുടെ നേതാവ് പറഞ്ഞു, നബിയെ യുദ്ധത്തിന് പോണ്ട, യുദ്ധത്തിന് നേരിട്ടാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ യുവാക്കളായ വിശ്വാസികളായ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ മദീനയുടെ ഓരത്തവർ വന്ന് നിൽക്കുകയാണ്, നമ്മൾ കയ്യും പൂട്ടി നോക്കി നിന്ന അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അതുകൊണ്ട് പ്രതിരോധിച്ചേ പറ്റൂ എന്നവർ പറഞ്ഞപ്പോ റസൂലുള്ള പടക്കുപ്പായം ധരിച്ച് യുദ്ധഭൂമിയിലേക്കുള്ള പടപ്പുറപ്പാട് നടത്തിയപ്പോ പാതി വഴിയിൽ വെച്ച് 1000-ഓളം വരുന്ന സഹാബി വിശ്വാസികളിൽ നിന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന് 300 ചില്ലാനം വരുന്ന മുനാഫിക്കുകൾ പിന്തിരിഞ്ഞപ്പോ വെറും 700 പേരെയും കൊണ്ട് റസൂലുള്ള ഉഹദിലേക്ക് പുറപ്പെട്ടു. ജബലുർ റുമാത്തിൽ നിർത്തിയ 50 അമ്പെയ്ത്തുകാർ അനുവാദം കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ ശത്രുക്കൾ പിന്നാമ്പുറത്ത് കൂടെ പോയിട്ട് വിശ്വാസികൾ ആക്രമിച്ച് വിശ്വാസികൾ ചിന്നിച്ചിതറി ഓടി വലിയ പരിക്കുകൾ സമ്മാനിച്ച ഉഹുദിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും
ഇതാ അബൂ സുഫിയാനും ഖാലിദ് ഇബ്നു വലീദും സംഘവും ഇതാ വീണ്ടും നിങ്ങളെ പിടികൂടാൻ വേണ്ടിയിട്ട്, നിങ്ങളുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിച്ചോളി. ഇത് കേട്ടപ്പോ വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയാണ്, ഫസാദഹും ഈമാന വഖാലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അവരുടെ ഈമാൻ വർദ്ധിച്ചു. അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആണ്. പരാജയം നേരിട്ടേണ്ടേ യുദ്ധത്തിൽ നിന്ന് മടങ്ങുമ്പോഴേ ഇനിയും വരുന്നുണ്ട് തിരിച്ചടിക്കാന്ന് പറയുമ്പോ ഈമാൻ കൂടുക. എന്താണ്? യഖീനിന്റെ ഫലമാണത്. പണ്ഡിതന്മാർ പറഞ്ഞു യഖീനിന്റെ ഫലമാണ്. വിശ്വാസം ദൃഢമായാൽ ഒരാളെ പേടിപ്പിക്കാൻ ഒരാൾക്കും പറ്റൂല. ഇന്ത്യ മഹാരാജ്യം, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവനല്ല, ഇവിടുത്തെ ക്രൈസ്തവനല്ല, ഇവിടുത്തെ മുസ്ലിമല്ല, ഇവിടുത്തെ ഇന്ത്യക്കാരാണ്. മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ ആളുകൾ തോളോട് തോൾ ഉരുമ്മി നിന്നുകൊണ്ടാണ് വെള്ളക്കാരായ ഇംഗ്ലീഷുകാരെ, ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ ഇന്ന് ആ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇടമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പേടിച്ചൊന്നും വേണ്ട. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അല്ലാഹ് മതി. ഗുഹയുടെ മുൻഭാഗത്ത് ശത്രുക്കളുടെ കാല് കാണുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് പറയും, നബിയെ, ആ കാലിന്റെ ചുവട്ടിലേക്ക് അവരെങ്ങാനും നോക്കിയാൽ പ്രവാചകരെ നമ്മൾ പിടിക്കപ്പെടും. റസൂലുള്ളാഹി പറയാണ്, അബൂബക്കർ, അല്ലാഹു മൂന്നാമനായിട്ടുള്ള രണ്ടുപേരെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചത് അബൂബക്കർ? ആ വിശ്വാസം പകരുണ്ട് ഖുർആൻ. ഇന്നെന്താണ് ആൾക്കാർക്ക് അള്ളാനെ വേണ്ട, അല്ലേ? അള്ളാനെ വേണ്ട. അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, മതമേലാളന്മാരുടെ പിന്നാലെ പോവാണ്, ജാറങ്ങളിൽ പോവാണ്. മരിച്ചു മൺമറഞ്ഞ് കിടക്കുന്ന ആളുകളുടെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് പറയാണ്, മക്കളെ തരണം ഉപ്പാപ്പ, ജോലി തരണം ഉപ്പാപ്പ, വീട് തരണം ഉപ്പാപ്പ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർകു അഖ്ഫാ ഫീകും മിൻ തബീബിൻ നംൽ. ഉറുമ്പരിച്ചു വരുന്ന ലാഘവത്തോടെ ശിർക്ക് നിങ്ങളിലേക്ക് വരും. ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ശിർക്കിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അറിയാതെ സംഭവിച്ചത് എനിക്ക് പുറത്തു തരണേ. പ്രാർത്ഥിച്ചോളണം. ജീവനോടെ നിന്നെ കശാപ്പ് ചെയ്താലും, പച്ചയായി നിന്നെ തീച്ചൂളയിലിട്ട് വറുത്തെടുത്താലും ശരി, അല്ലാഹുവിൽ നീ ഒന്നിനെയും പങ്കു ചേർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായം ഇന്ന് അല്ലാഹു അല്ലാത്തവരുടെ ആലയങ്ങളിൽ അഭയം പ്രാപിക്കുകയാണ്. സഹോദരന്മാരെ, എന്ത് പ്രശ്നം? അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല. അല്ലാഹ് ആരാന്ന് പഠിപ്പിക്കേണ്ടത് ഖുർആൻ. അത് ഖുർആനിലൂടെ പഠിക്കണം നമ്മള്. അല്ലാഹ് ആരാ? മക്കൾക്ക് നമ്മൾ എന്താ പഠിപ്പിച്ചു കൊടുക്കുക? അല്ലാഹ് തിരിച്ചിലിടും, അല്ലേ? അല്ലാഹ് ശിക്ഷിക്കും. ഇത് മാത്രം പഠിപ്പിച്ചു കൊടുത്ത് അല്ലാഹ് തീരിടുന്നല്ല ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാഹ് റഹ്മാനാണ്, റഹീമാണ്. അള്ളയാണ് നമ്മുടെ റബ്ബ്. അള്ളയാണ് നമുക്ക് എല്ലാം നൽകുന്നത്. അള്ളയാണ് നമുക്ക് ഓക്സിജൻ നൽകുന്നത്. അള്ളയാണ് നമുക്ക് വായു നൽകുന്നത്. അള്ളയാണ് നമുക്ക് വെള്ളം നൽകുന്നത്. അള്ളയാണ് ഉപ്പച്ചിയെ തന്നത്, ഉമ്മച്ചിയെ തന്നത്, അനുജനെ തന്നത്, ഇക്കാക്കനെ തന്നത്. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നഷ്ടങ്ങൾ മാത്രമല്ല പടച്ചവന്റെ അടുത്തുനിന്ന്, എല്ലാ ഖൈറും ബർക്കത്തും അള്ളയാണ് തന്നത്. അള്ളാനെ പഠിപ്പിക്കുന്നത് ഖുർആൻ. അള്ളാന്റെ കഴിവും അള്ളാന്റെ ശക്തിയും അള്ളാന്റെ പ്രവർത്തനവും അള്ളാന്റെ വിശേഷണവും അള്ളാന്റെ നാമഗുണങ്ങളും കൃത്യമായി പഠിക്കാനുള്ള ഫസ്റ്റ് റിസോഴ്സ് അത് ഖുർആനാണ്. ഖുർആനിൽ നിന്ന് അള്ളാനെ കുറിച്ച് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് പേടിയുണ്ടാകുക, അപ്പോഴാണ് നമുക്ക് പ്രതീക്ഷയുണ്ടാകുക, അപ്പോഴാണ് നമുക്ക് സ്നേഹം ഉണ്ടാവുക. ഇത് മൂന്നുമാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. ഇത് മൂന്നും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹിനെ കുറിച്ച് പഠിക്കേണ്ടത് ഖുർആനാണ്. എന്ത് മുസീബത്ത് ഉണ്ടായാലും പറയുന്ന വാക്കെന്താ? അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച മുസീബത്തല്ലാതെ ഒന്നും ബാധിക്കൂല. അത് 7 മക്കൾ മരിച്ച സ്വഹാബിയെ ആശ്വസിപ്പിക്കാൻ ആൾക്കാർ വന്നപ്പോ അദ്ദേഹം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. അതൊക്കെ അള്ളാഹിന്റെ സുന്നത്താണ്. മരണം നടക്കും, ജന്നം നടക്കും, നമ്മളൊക്കെ മരിക്കാനുള്ള കാലം.
ഈമാൻ. കൈഫ സബർത യാ ബിലാൽ, ബിലാൽ എങ്ങനെയാണ് താങ്കൾക്ക് ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റിയത്? ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു എത്രയധികം പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിയത്, എത്രയധികം മർദ്ദനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിന്റെ ജീവൻ പോലും പൊലിഞ്ഞു പോകുമാറ്, അദ്ദേഹം അശക്തനായി പോകുമാറ് ഭാരിച്ച പരീക്ഷണങ്ങളാണ് ശത്രുക്കൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. കൈഫ സബർത യാ ബിലാൽ, എങ്ങനെയാണ് നിങ്ങൾ അത് ക്ഷമിച്ചത്? അദ്ദേഹം പറയും, മസസ്തു ഹലാവത്തൽ ഈമാനി ബിമറാറത്തിൽ അദാബ്, ശിക്ഷയുടെ കയ്പ് നീരിനെ ഈമാനിന്റെ മാധുര്യവുമായിട്ട് ഞാൻ കൂട്ടിലയിപ്പിച്ചു. ഈമാനിന്റെ മാധുര്യം ശിക്ഷയുടെ കയ്പിനെ ഇല്ലാതാക്കി. ജീവിത പരീക്ഷണങ്ങൾ വരുമ്പോ ഈമാനിന്റെ മാധുര്യം കൊണ്ട് പരീക്ഷണങ്ങളെ മേക്കപ്പ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, ഡീല് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മൾ തകർന്നു പോവല്ലേ അല്ലേ? പിതാവ് ജോലിക്ക് പോയി, കുട്ടി മരിച്ചു, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ബെഡ്റൂമിൽ വെച്ചു. ഭർത്താവ് തിരിച്ചു വന്നു, എങ്ങനെയുണ്ട് മോന്റെ വിശേഷം ചോദിക്കുമ്പോ ഉമ്മ പറയാണ്, എന്നത്തേതിനേക്കാളും ശാന്തനാണ്, സമാധാന ചിത്തനാണ്. അയാൾ ഹാപ്പിയായി, ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിച്ചു, ഭാര്യയുമായിട്ട് ശരീരം പങ്കുവച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു. കുട്ടിയെ കാണാൻ ചെല്ലും മുമ്പ് ഭാര്യ ചോദിച്ചു, അയൽവാസി ഒരു വസ്തു കടമായി തന്നാൽ തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കും. എങ്കിൽ അള്ളാഹു നമുക്ക് തന്ന കുഞ്ഞിനെ അള്ളാഹ് തിരിച്ചെടുത്തിരിക്കുന്നു. എന്നവിടെ പഠിപ്പിച്ചത് അല്ലാഹുൽ മാലിക്, അവനാണ് മാലിക്, അവനാണ് മുദബ്ബിർ. ആ മാലിക് എന്ന നാമം വെച്ചിട്ടാണ് ഭാര്യ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ നമുക്ക് പരിഹാരമാകുന്നത് എന്തുകൊണ്ടാ? വിശുദ്ധ ഖുർആൻ ഭൗതിക കാരണങ്ങൾക്കപ്പുറത്ത് അഭൗതികമായ ഒരു ശക്തിയിൽ നിന്നുള്ള സഹായം നമ്മിൽ പ്രതീക്ഷിപ്പിക്കുന്ന വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത് തകർച്ച ഉണ്ടായാലും, എന്ത് നഷ്ടം ഉണ്ടായാലും എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. അത് നമുക്ക് കിട്ടുന്ന സമാധാനം ചില്ലറയല്ല. അത് ഖുർആൻ പറഞ്ഞ സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ ഹുവല്ലദീ അൻസല സകീന ഫീ ഖുലൂബിൽ മുഅ്മിനീൻ ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. വ്യത്യസ്ത ആയത്തിൽ അല്ലാഹു പറയാണ്, വിശ്വാസികൾക്ക് അല്ലാഹ് സകീനത്ത് ഇട്ട് കൊടുക്കും. മനസ്സിലെ സമാധാനവും ശാന്തിയും ക്ഷമയും ഈമാനും തവക്കുലിന്റെ മനസ്സും എല്ലാം ഇട്ടുകൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബിയുടെ മുമ്പിൽ തീക്കുണ്ടാരം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി. മൂസ നബിയുടെ മുമ്പിൽ ചെങ്കടലിൽ ഭീതി പരത്തിയപ്പോ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മൂസ നബിയുടെ ആൾക്കാർ പറഞ്ഞു, മൂസ മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനും കൂട്ടരുമാണ്, നമ്മൾ എന്ത് ചെയ്യും? ഇന്നാ ലമുദ്റകൂൻ, നാം ഇപ്പോൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. കല്ലാ, ഇല്ല, ഡോണ്ട് വറി. അതാണ് കല്ലാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സംഭവിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? മുന്നിൽ കടലായതുകൊണ്ട് മുന്നിക്ക് പോകാൻ വയ്യ, പിന്നെ ശത്രുക്കളായതുകൊണ്ട് പിന്നിക്ക് പോടാൻ വയ്യ, അവർ വന്ന് നമ്മളെ കശാപ്പ് ചെയ്ത് നമ്മൾ മരിച്ച് ഇല്ലാണ്ടായി പോകുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? കല്ലാ, അങ്ങനെയല്ല. ഹഖൻ, വാസ്തവത്തിൽ എന്താ സംഭവിക്കുക? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ വഴി കാണിക്കും. എന്താ സംഭവിച്ചത്? ഉണങ്ങിയ വഴി. അതുവരെ ജലാശയത്തിൽ വെള്ളം നിറഞ്ഞു നിന്ന ആ സ്ഥലത്ത് ഉണങ്ങിയ വഴി. വലിയ രണ്ട് മതിൽക്കെട്ടുകളായി ജലം മാറി നിന്നു. വിശ്വാസം. വിശ്വാസം ഒരു മനുഷ്യൻ നൽകുന്ന പ്രതീക്ഷ, കരുത്ത്. മൂസാ നബിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഫിർഔൻ എന്തൊക്കെ ചെയ്തു? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾ ജനിക്കാത്ത നാട്ടില് മൂസാ നബിയെ ജനിപ്പിച്ചു പടച്ചവൻ. അല്ലെ, പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിയ ഒരു കുട്ടിക്ക് എന്തെങ്കിലും തരിമാരുണ്ടാവോ? പക്ഷെ രാജാവിന്റെ ഭാര്യയുടെ കൈ കൊണ്ടേ കൊടുത്തു. ആ രാജാവിന്റെ കൈ കിട്ടിയ കുട്ടിയെ കശാപ്പ് ചെയ്യൂലേ? പക്ഷെ ആ ഭാര്യക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ടാക്കി കൊടുത്തു. ഭാര്യ ഭർത്താവിനോട് റിക്വസ്റ്റ് ചെയ്ത് ഈ കുട്ടിയെ വളർത്താൻ എനിക്ക് അനുവാദമുണ്ട്. അങ്ങനെ ആൺകുട്ടികൾക്ക് ജനിക്കാൻ ഫ്രീഡം ഇല്ലാത്ത നാട്ടിൽ കൊട്ടാരത്തിൽ ഒരു ആൺകുട്ടി ജനിക്കുകയാണ്, വളരുകയാണ്. എന്തൊരു അത്ഭുതമാണ്! യാക്കൂബ് നബിയുടെ ചരിത്രം, യൂസുഫ് നബിയുടെ ചരിത്രം. കൊച്ചുകാലത്ത് ഒരു പൊട്ടക്കിണറ്റിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയി തള്ളിയാൽ എന്താണ് ആ കുട്ടിയുടെ ഭാവി? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഒരു യാത്രാ സംഘത്തെ പറഞ്ഞയക്കുന്നു. അവർ തൊട്ടി താഴോട്ട് ഇറക്കുന്നു. ആ കയറിൽ മുറുക്കി പിടിച്ച ബക്കറ്റിൽ കയറിയ കുട്ടി ഇരിക്കുന്നു. നേരെ മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നു. നേരെ ആ കുട്ടിയെ
കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു. എന്തൊരു അത്ഭുതമാണ്! അതുകൊണ്ട് അള്ളാന്റെ കുതിർത്ത് പഠിക്കുമ്പോ, അള്ളാന്റെ പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോ, അള്ളാന്റെ വിശേഷണങ്ങൾ പഠിക്കുമ്പോ, അള്ളാന്റെ കഴിവുകൾ പഠിക്കുമ്പോ, സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നമുക്കൊരു നഷ്ടമില്ല. നമ്മൾ കഴിവില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ അള്ളാഹ് കഴിവുള്ളവനാണ്. അത് നമുക്ക് കറക്റ്റ് ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ശരിയായ ജീവിത കാഴ്ചപ്പാട്, പരലോക വിശ്വാസം, അള്ളാഹിലുള്ള ശരിയായ വിശ്വാസം ഈ ഖുർആൻ നമ്മളിൽ ചെലുത്തുന്നത് കൊണ്ട് ഖുർആൻ വല്ലാത്ത സമാധാനവും സന്തോഷവും നമുക്ക് നൽകും. മാത്രമല്ല, യഥാർത്ഥ ആസ്വാദനത്തിന്റെ വഴികൾ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. യഥാർത്ഥ ആസ്വാദനം അല്ലേ? കുട്ടികൾ പറയും, എനിക്ക് അവനെ തന്നെ മതി, എൻ്റെ ഉമ്മയും ഉപ്പയും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ തന്നെ പോകും. എന്താ മോനെ അവിടെ തന്നെ വേണമെന്ന് പറയാൻ? എന്താ നിനക്ക് അവനെ തന്നെ വേണമെന്ന് പറയാൻ മോളെ കാരണം? അവന്റെ കൂടെ പോയാലാണ് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, അവന്റെ കൂടെ പോയാലാണ് എനിക്ക് സന്തോഷം ഉണ്ടാവും, അവന്റെ കൂടെ ഭയങ്കര രസമാണ്. ഇത്രയും കാലം അവൻ എനിക്ക് തന്ന സ്നേഹവും കെയറും സന്തോഷവും എനിക്ക് തന്നിട്ടുള്ള എന്റർടൈൻമെന്റും ഒക്കെ വെച്ചിട്ട് അവൻ ഭാവിയിലും അവന്റെ കൂടെ തന്നെ കഴിഞ്ഞ ഭയങ്കര സന്തോഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇറങ്ങിപ്പോയി എത്ര കുട്ടികൾ അവരുടെ കൈകൾ കൊണ്ട് ജീവൻ ഹനിക്കപ്പെട്ടു, എത്ര കുട്ടികൾ വഴിയാധാരമായി, എത്ര കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, മതം പോലും നോക്കാതെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവർ ആത്മഹത്യക്ക് ശ്രമിച്ച് മാരകമായ പരിക്കുകൾ പറ്റി മരിച്ച വാർത്തകൾ നമ്മുടെ മുന്നിൽ കാണുമ്പോ പിശാച് തോന്നിക്കുന്ന ഒരു ഫേക്ക് ഹാപ്പിനെസ്, അതാണ് എനിക്ക് അവന്റെ കൂടെ തന്നെ പോകും. ഇല്ലെങ്കിൽ എന്ത് പൈസ ഉള്ളത്? ഒരു 17 വയസ്സുള്ള 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ വളഞ്ഞു പിടിച്ച് സ്വന്തമാക്കിയിട്ട് അവന് ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്ത ഒരാളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? ധർമ്മബോധമുള്ളവൻ തൊടുമായിരുന്നു, ബൈക്കിൽ കയറ്റുമായിരുന്നു, ഒരുപാട് തവണ പ്ലീസ് പറഞ്ഞ് ചുംബിക്കുമായിരുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇല്ല, അവൻ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഇസ്ലാം നമ്മുടെ ഭാവിയിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള, സമാധാനത്തോടെ ജീവിക്കാനുള്ള നിയമസംഹിതകൾ വെച്ചു, നമുക്ക് ശരിയായ ജീവിതം ആസ്വദിക്കാനുള്ള മാർഗങ്ങൾ വെച്ചു. നിസ്കാരം നിങ്ങളാലോചിച്ച് എന്ത് റാഹത്ത നിസ്കരിച്ച അല്ലെ? റസൂലുള്ള പഠിപ്പിച്ച പോലെ നമ്മൾ കൃത്യമായി നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പ്രവർത്തനവും ഒക്കെ പടച്ചോന് കീഴൊതുക്കി ഖുശൂഅോടെ നിസ്കരിച്ചാൽ എന്ത് സമാധാനം കിട്ടുക. റസൂൽ തന്നെ പറഞ്ഞു, നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹിക്ക് ടെൻഷൻ ഉണ്ടായാൽ പ്രവാചകൻ നിസ്കരിക്കുമായിരുന്നു. നിങ്ങൾ നിസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ടും പഠിച്ചവരോട് സഹായം. ജനിച്ച ആൺകുട്ടികളൊക്കെ മരിച്ചു നബിന്റെ. അപ്പൊ ഈ ആൺകുട്ടികളൊക്കെ മരിക്കുമ്പോ ശത്രുക്കൾ അത് ആഘോഷിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി. അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ച് നബി കോതിക്കൊടുത്തു, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പ്രവാചകരെ, താങ്കൾ അൽ കൗസർ ഖൈറുൻ കതീർ, ധാരാളം ഖൈറുള്ള വ്യക്തിയാണ്, പരലോകത്തെ ഹൗദുൽ കൗസറിന്റെ ഉടമയാണ്. അതിനാൽ താങ്കളുടെ റബ്ബിന് വേണ്ടി താങ്കൾ നിസ്കരിച്ചു. ഇവന്മാര് പറയുന്നത് പറയട്ടെ, താങ്കളുടെ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കൂ, താങ്കൾ നമസ്കാരം നിർവഹിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കാർ പറയും, സങ്കടം കൊണ്ട് ടെൻഷൻ കൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ പോലും പറ്റണില്ല. അതൊരു ശൈത്താനിയത്താണ്. മര്യാദയ്ക്ക് നിസ്കരിച്ചാൽ നമ്മുടെ ടെൻഷൻ പോയിട്ട് നമ്മൾ പഴയതിലേക്ക് റീഫ്രഷ് ആയിട്ട് വരുമെന്ന കാര്യം ആർക്കറിയാം? അവനറിയാം. മനസ്സിലായില്ലേ? ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടോ അവന്റെ പ്ലാനിങ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ വരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന. അന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം പറഞ്ഞാൽ എന്താ അറിയോ? ജനിക്കുന്നതിന് മുമ്പ് മുതൽ പണി തുടങ്ങിട്ട് അവൻ വെറുതെ ഇരിക്കോ? ലഅനത്തുല്ലാഹ് നഊദു ബില്ലാഹ്. അവൻ നമ്മുടെ മനസ്സിൽ പലതും തോന്നിക്കും. നിസ്കരിച്ചിട്ട് മൂടിട്ടുള്ള ഒരാൾ പറയാം, ബാങ്ക് ഇങ്ങനെ കൊടുക്കും, ഞാൻ പരി തന്നെ ഇരിക്കും, ആകെ പ്രാന്തന് പള്ളി പോകാൻ തോന്നുന്നില്ല എന്ന് പറയാം. വീട്ടിൽ നിന്ന് ഒന്നെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലേ ഒരു മടി ഉണ്ടാവില്ല. ശൈത്താൻ പോയി, പള്ളിക്ക് പോകും. നമ്മള് നിസ്കാരം സമാധാനം കിട്ടുന്ന മാർഗമാണ്. ഖുർആൻ
അല്ലേ? ഖുർആൻ ഖൗലുൽ ഫസ്ൽ, ഏറ്റവും നല്ല വാക്കാണ്, സമാധാനം കിട്ടുന്ന വാക്കാണ്, അല്ലേ? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഖുർആന്റെ ആയത്ത് കേട്ടാൽ തന്നെ വിശ്വാസിക്ക് ഈമാൻ ഇങ്ങനെ കൂടും. നല്ലൊരു ഖിറാഅത്ത് യൂട്യൂബിൽ നമ്മൾ കേൾക്കുമ്പോ എന്തൊരു രസാണ്. ഇപ്പൊ നേരത്തെ മോൻ ഓതി കേൾപ്പിച്ച ഖിറാഅത്ത് ആസ്വദിച്ചിരുന്നില്ലേ നമ്മള്? അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. അതിന് ഖിറാഅത്തിന് പോലും എന്ത് രസമാണ്, അതിന്റെ ആശയങ്ങൾക്ക് എന്ത് ഭംഗിയാണ്. ഖുർആന്റെ ഒരു അർത്ഥം, ആശയങ്ങൾ പഠിക്കുമ്പോ മനസ്സിന് കിട്ടുന്ന ഒരു തുറവി എത്രയാണ്. തുറവിയാണ്. തൂങ്ങി മരിക്കാൻ തീരുമാനിച്ച ആളെ ഖുർആൻ ആയത്ത് ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. മരിച്ചാൻ തീരുമാനിച്ച ആളാ. അന്ന് ഖുതുബിയിൽ ഇമാം ഓതിയത് ഈ ആയത്ത. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മുസീബത്തും അള്ളാഹ് തീരുമാനിച്ചതല്ലാതെ. എന്തിനാ പറഞ്ഞെന്നെ? ലകൈലാ തഅസൗ വലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ അധികം ആഹ്ലാദിക്കരുത്. ഓ, ഞാനൊക്കെ എല്ലാം കിട്ടിയവനാണ്, വലിയ പത്രാസ് കാണിക്കാൻ നിൽക്കരുത്. പടച്ചോൻ തന്നാണ്, മനസ്സിലായി? ലിയബ്ലു വലിയേ അനഷ്കുർ, ഞാൻ ശുക്ർ കാണിക്കോ, അല്ല മഗ്ഫൂർ, ഞാൻ നന്ദി കേട് കാണിക്കോ എന്ന് പരിശോധിക്കാൻ പടച്ചോൻ തരുന്ന സുലൈമാൻ നബി പറഞ്ഞില്ലേ? അതുകൊണ്ട് കിട്ടുമ്പോ അത്യാഘാതം കാണിക്കല്ലേ, നഷ്ടപ്പെടുമ്പോ ഓവർ ടെൻഷൻ അടിക്കല്ലേ. ഈ ആയത്ത് കേട്ടിട്ട് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഖുർആൻ കേൾക്കുമ്പോ അതിന്റെ ആശയം പഠിക്കുമ്പോ ജീവിതത്തിൽ ഭയങ്കര ആശ്വാസവും ആസ്വാദനം കിട്ടുകയാണ്, മാത്രമല്ല കൂലിയും കിട്ടുകയാണ്, അല്ലേ? ഒരു കള്ളുടിക്കാം, എന്തിനാ കള്ളുടിച്ചേ? സമാധാനം കിട്ടാനെ കുടിച്ച് അവസാനം കള്ളു ഇല്ല സമാധാനം കെടുത്തി, അല്ലേ? ഇതല്ലേ സംഭവിച്ചത്? കോടികൾ, ലക്ഷങ്ങൾ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ നഷ്ടപ്പെട്ട്, ദാമ്പത്യം നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, നാട്ടിൽ കുടിയനായി. ഇല്ല, അഭിമാനം പോയില്ലേ? അപ്പൊ ഫേക്ക് ആയിട്ടുള്ള എല്ലാ സംഗതിയിൽ നിന്നും മനുഷ്യന് ശരിക്കും സമാധാനം കിട്ടുന്ന മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുകയാണ്. അദ്കാറുകൾ. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് ആശ്വാസം കിട്ടുന്നത് പടച്ചോനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. പടച്ചോനെ കുറിച്ച് ചിന്തിക്കുന്നത്. വണ്ടി ഒരുത്തം വന്ന് തട്ടിയെന്നേ, സൈഡ് ഗ്ലാസ് പൊട്ടി, എടുത്ത പെയിന്റ് മൊത്തം പോയി. അള്ളാഹിനോട് ഓർക്കുമ്പോഴേ സമാധാനം. മറ്റേ ഇനിയിപ്പോ എന്താ ചെയ്യാ, ആകതായി പുതിയ വണ്ടി വേറെ കാറില്ല. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിന് സമാധാനം ഉണ്ടാകും. പാപ്പ മരിച്ചു, ഞാനാ കുടുംബം നോക്കുക. അല്ലാഹ് എന്താണ്? ഇബ്രാഹിം ആരുമില്ലാത്ത സഫാ മർവയ്ക്കിടയിൽ ഉപേക്ഷിച്ചു പോരാൻ അള്ളാഹ് പറഞ്ഞതാണോ? അതെ എന്ന് പറഞ്ഞപ്പോ ഹാജറ ബീവി പറഞ്ഞില്ലേ, എങ്കിൽ താങ്കൾ പോയിക്കോളൂ, അള്ളാഹു ഞങ്ങളെ കൈവടിയില്ല. അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോ സമാധാനം. അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ ടെൻഷനുകൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, അല്ലെ? കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഒരു കോഴ്സ് ചേരുമ്പോൾ എന്തെല്ലാം 100 ടെൻഷനാണ് നമുക്ക്. നമ്മളെന്താ വിചാരിക്കണേ? നമ്മൾ എന്നെ മാനേജ് ചെയ്യണം. നമുക്ക് അള്ളാഹിനെ ഓർമ്മല്ല. അള്ളാഹിനെ ഓർത്താൽ നമുക്ക് സമാധാനം കിട്ടും, മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹിനെ ഓർത്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹിനോട് പറയാം. ഖുർആൻ, ഇസ്ലാം അങ്ങനെ നമുക്കൊരു അത്താണി വെച്ചിരിക്കാം. ഏറ്റവും വലിയ ഓഫർ എന്താ എനിക്ക്? ഏറ്റവും വലിയ ഓഫർ അമ്മൻ യുജീബുൽ മുൽതർ ഇദാ ദആഹു ഫയക്ഷിഫുസ്സൂ. പ്രയാസപ്പെടുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരാൻ അല്ലാഹയല്ലാതെ ആരാണ് നിങ്ങൾക്കുള്ളത്? ഒരാളെ സഹായം എപ്പോൾ നമുക്ക് ആവശ്യം? പ്രയാസപ്പെടുമ്പോഴല്ലേ? അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോ ഇജ്ജ് വിളിച്ചോ, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചോദിക്കുക, എപ്പോഴും ഇങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ലേ? ഒരു 10 രൂപ കടന്നു തരും, 100 രൂപ കടന്നു തരും, ഒരു 2000 രൂപ ഗൂഗിൾ പേ ചെയ്യും. നിരന്തരമായിട്ട് ചോദിച്ചാൽ ചടക്കൂലേ? അല്ലേ? എത്ര കുറെ കൊടുക്കും തോറും പിന്നെ ഇല്ലടാ സാധനമില്ല, ടൈറ്റാണ് എന്നൊക്കെ പറയില്ലേ? എന്നാൽ അള്ളാഹ്ക്ക് എത്ര ചോദിച്ചാലും മടുപ്പില്ല, എത്ര ആൾക്കാർ ചോദിച്ചാലും മടുപ്പില്ല. ചോദിക്കും തോറും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ നോക്കി, നമുക്കൊരു ആശ്രയല്ലേ?
എത്രയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. അതൊരു നമുക്ക് വല്ലാത്തൊരു സമാധാനമല്ലേ? എന്റെ പ്രതിസന്ധികളൊക്കെ അള്ളാഹിനോട് പറയും. നിങ്ങളെ യാക്കൂബ് നബി നോക്കി, നിങ്ങള് ആ കുട്ടി നഷ്ടപ്പെട്ടു പോകുമ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്കെന്താണ്? അള്ളാഹു, എന്റെ ദുഃഖവും എന്റെ ടെൻഷനും എല്ലാ വിഷമങ്ങളും ഞാൻ നിന്നിൽ സമർപ്പിക്കാം. കിട്ടുന്ന സമാധാനം എത്രയാണ് അല്ലേ? അള്ളാഹുവിനെ സമർപ്പിക്കുക. യൂനുസ് നബി വദന്നൂനു ഇദ്ദഹബ മുഗാദിബ ഫദന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി الظുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചിട്ട് നാട്ടുകാരോട് ദേഷ്യം പിടിച്ച് നാട് വിട്ട യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്, നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല, നീ എത്ര പരിശുദ്ധനാണ്, എന്നീ കുത്തുമിന ളാലിമീൻ, ഞാൻ അക്രമം പ്രവർത്തിച്ചവിടെ കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് രക്ഷപ്പെടുത്തണേ. ഈ പ്രാർത്ഥനന്റെ പ്രത്യേകത എന്താ? നിങ്ങള് പടച്ചോൻ ചോദിച്ച ഉത്തരം തരുന്ന ഒരു പ്രാർത്ഥനയാണ് യൂനുസ് നബിയുടെ പ്രാർത്ഥന. അയ്യൂബ് നബി രോഗമായി കിടന്നു അല്ലേ? എത്ര രോഗമായി പ്രയാസപ്പെടുമ്പോഴും നമുക്കുള്ള പ്രതീക്ഷ അള്ളണ്ട് എന്നുള്ളതാണ്. അയ്യൂബ ഇന്നദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ അങ്ങേറ്റം പ്രയാസപ്പെട്ടു, വർഷങ്ങളോളമായി സമ്പത്ത് പോയി, മക്കൾ പോയി, എല്ലാം പോയി, ഭാര്യയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് സ്വന്തം മുടി കട്ട് ചെയ്ത് വിറ്റിട്ട് മുട്ടയായി, വല്ലാത്ത വിഷമം. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു അൻത അർഹമുർ റഹീമീൻ, നീ അങ്ങേയറ്റം കരുണാവാരിധിയാണല്ലോ പടച്ചോനെ. പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചേ? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അദ്ദേഹത്തിന്റെ പ്രയാസം നാം ദൂരീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ, സമ്പത്തിനെ, അതിനേക്കാൾ റഹ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തു. കണ്ടോ? അപ്പൊ പ്രാർത്ഥന, ദിക്ർ, ദുആ, നിസ്കാരം, ഖുർആനോത്ത്, പരസഹായം, അല്ലാഹിലുള്ള അഭയം, ഇതൊക്കെ നമുക്ക് ഖുർആൻ നൽകുന്ന ആശ്വാസത്തിന്റെ വഴികളാണ്. എന്തിനാ മനുഷ്യൻ ട്രെയിനിന് മുമ്പ് തലക്കണേ? എന്തിനാ മനുഷ്യൻ ടെൻഷൻ അടിക്കണേ? ഈ വഴികളൊക്കെ സ്വീകരിച്ചാൽ ഒരാൾക്ക് അനുഗ്രഹം കിട്ടും. മാത്രമല്ല നല്ല ചിന്തകൾ. കിട്ടിയത് തൃപ്തിപ്പെട്ട് ജീവിച്ചോ, നീ ഏറ്റവും നല്ലവനാകും. മനസ്സിലല്ലേ? സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചോ, അസൂയ ഉണ്ടാവോ? ഉണ്ടാവില്ല. മറ്റവന്റെ പിടിച്ചു പറിക്കണം എന്നുണ്ടോ? ഉണ്ടാവില്ല. താഴെയുള്ളവരിലേക്ക് നോക്കോ, മുകളിലുള്ളവരിലേക്ക് നോക്കണ്ടേ. من نسبح منكم مامنا في سربي معافا في بدني عنده قوت يومي فكأنما خيزت له الدنيا بحذافيرها. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ആരോഗ്യം, ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡ്, ഇത് കിട്ടിയ ദുനിയാവ് ഫുള്ള് കിട്ടി. എന്തൊരു സമാധാനത്തോടെ ജീവിക്കാം അല്ലേ? മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തോട് നിങ്ങൾ കരുണ കാണിക്കൂ. സ്നേഹത്തോടെ ഇടപെടാൻ മക്കളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, മാതാപിതാക്കളോട്, വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാരോട് അല്ലേ? മുതിർന്നവരെ ബഹുമാനിക്കാത്ത, കുട്ടികളോട് കരുണ കാണിക്കാത്ത നമ്മിൽപ്പെട്ടവനല്ല. അയൽവാസി വിശന്ന് കിടക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. മറ്റൊരു തെറി പിടിക്കുക എന്നുള്ളത് ഫുസൂഖാണ്, അവനെ കൊല്ലുക എന്നുള്ളത് കുഫ്റാണ്. എല്ലാ തരത്തിലുമുള്ള സൽഗുണങ്ങൾ, ക്ഷമ, വിട്ടുവീഴ്ച, വിട്ടുവീഴ്ച സ്വീകരിച്ചോ, അവർക്ക് നീ പുറത്തു കൊടുത്തോ, ഏറ്റവും നല്ല സ്വഭാവം നീ ശീലിച്ചോ, വിവരമില്ലാത്തവരെ അവഗണിച്ചോ. പക്വതയും വിവേകവും അവധാനതയും എല്ലാം അല്ലേ? മാത്രവുമല്ല സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ട എല്ലാം അല്ലാഹ് ഹലാലാക്കി. യുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിദ. നമുക്ക് ഹലാലാക്കി എല്ലാം. ഒരു പഠിക്കുന്ന കുട്ടി, നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പെണ്ണ് നോക്കാനായിട്ടുണ്ടാവും. അവൻ അവിടുന്ന് പഠിച്ചു വളർന്ന് നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ ആയി ഒരു പെണ്ണിനെ പോറ്റുക, ഒരു കുടുംബത്തെ പോറ്റുക അല്ലേ? എത്ര വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അവന് ഭാവിയിൽ വരാനുള്ളത്. അതിനൊക്കെ ത്രാണി എത്തിയിട്ട് അവന് വിവാഹം കഴിക്കട്ടെ.
ഹലാലായിട്ട് സ്ത്രീയുമായിട്ട് പുരുഷനുമായിട്ട് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ. എത്ര സുരക്ഷിതത്വമാണ്! രണ്ട് കുടുംബത്തിന്റെ സപ്പോർട്ടോടെ, അംഗീകാരത്തോടെ, ചർച്ചയോടെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് നമ്മൾ നടത്തുന്ന അല്ലെ, അതൊരു ഉത്തരവാദിത്വമാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയാണ്. കൊണ്ടുപോയോ? വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആൾക്കാർ പറയും അറേഞ്ച്ഡ് മാരേജിനും പ്രശ്നമല്ലേ, പിന്നെന്താ അപ്പൊ അഫെയർ മാരേജിന് പ്രശ്നം ഉണ്ടാവും നിങ്ങൾ പറയാൻ കാരണം? ഇത്രയൊക്കെ ആൾക്കാരെ സാക്ഷി നിർത്തിയിട്ട് ഒരു കല്യാണം കഴിച്ചിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരാൾ സാക്ഷി നിർത്താതെ എനിക്ക് ഓനെ മതിയെന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയാൽ അതിന്റെ അവസ്ഥ എന്ത് ചെയ്യാറ്? അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? അല്ലെ, ഈ കണ്ട മനുഷ്യന്മാരെ മുഴുവൻ സാക്ഷി നിർത്തിയിട്ട് ഏറ്റെടുത്തിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാളും സാക്ഷി ഇല്ലാതെ ഇറങ്ങിപ്പോയാൽ എത്ര പ്രശ്നം ഉണ്ടാവും? കൂടുതൽ പ്രശ്നമാണെന്നല്ലേ ചിന്തിക്കേണ്ടത്. പക്ഷെ ശൈത്താൻ അങ്ങനെ പോസിറ്റീവായി ചിന്തിപ്പിക്കൂലല്ലോ, അല്ലേ? അവിടെ സുഹൃത്തുക്കളെ, വിവാഹം അല്ലേ, മദ്യത്തെ ഹറാമാക്കി, പക്ഷേ അന്നപാനീയങ്ങളെ ഹലാലാക്കി, വ്യഭിചാരത്തെ ഹറാമാക്കി, വിവാഹത്തെ ഹലാലാക്കി. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതാ. നിങ്ങളുടെ വീടിനെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കി അല്ലാഹു മാറ്റി. ഖുർആൻ നോക്കി നിങ്ങൾ, ദീനുൽ ഇസ്ലാം മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാക്കി. പലിശ എത്ര ആൾക്കാരെ പെട്ട്, എത്ര ആളുകളെ പെട്ട ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ലോൺ എടുത്ത്, അല്ലെ, ലോൺ എടുത്ത് വീട് വെച്ചു, വീട് വിറ്റു, ലോൺ അടച്ചു, അല്ലെ? ഒരു ചെറിയ കുട്ടി കവിത എഴുതിയതാണ്. എന്തൊരവസ്ഥയാണ്! നിങ്ങൾ വെച്ചാൽ രേഖകളെല്ലാം സമർപ്പിക്കുകയാണ് ബാങ്കിന്റെ മുന്നിൽ, എല്ലാ രേഖകളും, ആധാർ കാർഡ്, നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ്, നമ്മുടെ വീടിന്റെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം സമർപ്പിക്കുന്നതിന്റെ കൂടെ ഉമ്മയുമായിട്ട് ഒരു തവണ വ്യഭിചരിച്ചു എന്നും കൂടെ എഴുതി ഒപ്പിടണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കും? റസൂൽ പറഞ്ഞതെന്താ? പലിശയുടെ ഏറ്റവും നിസാരമായ അംശം ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് തുല്യമാണ്. അത്രയും നിരുത്സാഹപ്പെടുത്തി. പിന്നെ എങ്ങനെ ആൾക്കാർ അതിന്റെ പേരിൽ കരയേണ്ടി വരുമോ? എത്ര ആൾക്കാർ അതിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നു, അല്ലേ? അതുകൊണ്ട് മനുഷ്യന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന സകലം മദ്യം എന്തിനാ ഉപയോഗിച്ചു തുടങ്ങിയത്? രസത്തിന്, കൂട്ടായ്മ തെറ്റാതിരിക്കാൻ, കൂട്ടുകാർക്ക് വേണ്ടി. അവസാനം അഡിക്റ്റായപ്പോ ഒറ്റക്കായി, കിട്ടുന്ന പൈസ മുഴുവൻ അതിനായി. മക്കൾ അറിഞ്ഞു, ഭാര്യ അറിഞ്ഞു, അവരെല്ലാം ഒഴിവാക്കിപ്പോയി. മാരകമായ രോഗമുണ്ടായി. ആർക്കും വേണ്ടാതെ ഓവുചാലിൽ മറിഞ്ഞു വീണ് ജീവിതം ഹോമിക്കപ്പെടുന്ന എത്ര ആളുകൾ, ആത്മഹത്യ ചെയ്യുന്ന എത്ര ആളുകൾ. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, കുല്ലു മുസ്കുരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്, എല്ലാ മദ്യവും ഹറാമാണ്. ശൈത്താനിയത്താണതെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു. എല്ലാ ദുസ്വഭാവത്തെയും, ഒരാൾ ഭാര്യയുടെ നല്ല സ്നേഹത്തില് കച്ചറൂടി, ഭാര്യനെ പിടിച്ചു ഒറ്റ എന്താ ചുമരുമേ ഇത് തൂക്കൂല, നമ്മള് കലണ്ടർ തൂക്കാൻ വേണ്ടിട്ട് ആണില്ലേ, ആ ആണി പെണ്ണിന്റെ തലന്റെ ബാക്കിൽ തറച്ചെടുക്കുന്നു. ഇരട്ട ജീവപര്യന്തം കോടതി വിധിച്ചു. ഒരു മാധ്യമക്കാരൻ ജയിലിൽ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു നിമിഷം എനിക്ക് തോന്നിയ ദേഷ്യമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെടാൻ കാരണം. ഒരുപക്ഷെ എന്റെ മരണം ഈ ജയിലിൽ വെച്ചായിരിക്കും എന്നാണ് പറയുന്നത്. അത്രയും വയസ്സായിട്ടുണ്ട് അയാൾ. അപ്പോ ദേഷ്യം കൺട്രോൾ ചെയ്യണം, അല്ലേ? വികാരത്തെ അതിജയിക്കുന്ന വിവേകം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അവധാനത വേണം, സാവകാശം വേണം, ക്ഷമ വേണം. എല്ലാ നല്ല സ്വഭാവം, എല്ലാ മോശപ്പെട്ട സ്വഭാവവും ഒഴിവാക്കി. ശത്രുത വേണ്ട. അവസാനത്തെ റസൂലിന്റെ പ്രഭാഷണം എന്താണ്? ജാഹിലിയത്തിന്റെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊല ചെയ്തതിന് പകരമായിട്ട് കൊല ചെയ്യാൻ കടമുണ്ട്. പക്ഷേ അതിവിടെ ഇതാ എന്റെ കാലിന്റെ ചവിട്ടടിയിൽ ഞാൻ ആക്കി, അതിനെ നിർവീര്യമാക്കുകയാണ്. ഇനി പ്രതികാരമില്ല, ശത്രുതയില്ല, വിദ്വേഷമില്ല, കലഹങ്ങളില്ല, വക്കാണങ്ങളില്ല. എത്ര മാന്യമായ ഏറ്റവും നല്ല രീതികൾ പഠിപ്പിച്ചു. ഏറ്റവും മോശപ്പെട്ട ദുസ്വഭാവങ്ങളെല്ലാം ഒഴിവാക്കാൻ ഇസ്ലാം പ്രേരിപ്പിച്ചു. മാത്രമല്ല, ബൗദ്ധിക വിരക്തി, മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ പോകും മുമ്പ് ഞങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം പറഞ്ഞ് സംസാരിച്ചു പോകും. കുട്ടികളൊക്കെ പറയാൻ, ഞങ്ങൾക്ക് പ്രേമുണ്ട്, എങ്ങനെയാണ് ഇതിന്ന് രക്ഷപ്പെടുത്തേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഒഴിവാക്കാൻ തോന്നിയത്? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എന്നിട്ട് എന്ത് ഒഴിവാക്കാൻ തോന്നിയത്? അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് മനസ്സിലായി അത് വലിയ തെറ്റാണ്.
നെഞ്ചത്ത് കൈകെട്ടി വെച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചൊല്ലുന്ന ഒരുത്തന് പറ്റിയ പണിയല്ല ഇതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുകളെ പഠിക്കാമെന്നാണ്. ഈ ദീനുൽ ഇസ്ലാമിനെ, ഇതിന്റെ പ്രമാണത്തെ, ഖുർആനെ, സുന്നത്തിനെ നമ്മൾ പഠിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങൾ ഏറ്റവും നല്ലവൻ പഠിക്കുന്നവനാണ്, പഠിപ്പിക്കുന്നവനാണ്. സ്വർഗത്തിലെ വഴി എളുപ്പമാകും, മലക്കുടെ പ്രാർത്ഥന കിട്ടും, അല്ലേ? ഏറ്റവും ഖൈറും ബർക്കത്തും ലഭിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വിജ്ഞാനം. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ ദുനിയാവിൽ മറ്റേതിനേക്കാളും വലിയ ആസ്വാദനമുള്ള കാര്യമാണ് ഖുർആൻ പഠിക്കുക, ദീന് പഠിക്കുക. അവരൊക്കെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്, പട്ടിണി കടന്ന്, പരിവട്ടങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്. സ്വഹാബത്തൊക്കെ ഒരു ഹദീസിന് വേണ്ടി 1 മാസമാണ് യാത്ര ചെയ്തത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. പഠിക്കണം. ഖുർആന്റെ അക്ഷരങ്ങൾ വെച്ച്, അതിന്റെ അർത്ഥം വെച്ച്, അതിന്റെ ആശയങ്ങൾ പഠിക്കുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര സമാധാനമാണ്, ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ അനുഭവിച്ചറിയണം. അതിനിന്ന് ഒരുപാട് മീഡിയകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, QHLSകളുണ്ട്, CREകളുണ്ട്, പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, പീസ് റേഡിയോ ഉണ്ട്, ഒരുപാട് നമ്മുടെ പണ്ഡിതന്മാരുടെ യൂട്യൂബ് ചാനലുകളുണ്ട്. ഇതൊക്കെ എന്തെല്ലാം വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊക്കെ എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? ഈ യൂട്യൂബർമാരൊക്കെ വലിയ വലിയ ധനാഢ്യന്മാരാക്കിയത് ആരാണ്? സാധാരണക്കാരായ പച്ച പാവങ്ങളാണ്. കോടികളുടെ വീടാണ് അവരൊക്കെ ഉണ്ടാക്കുന്നത്. 2ഉം 3ഉം കോടികൾ വിലപിടിപ്പുള്ള വീടുകളാണ് അവർ വെച്ചത്. ആരുണ്ടാക്കി കൊടുത്തത്? നമ്മൾ തോണ്ടിയിട്ടും നമ്മൾ കണ്ടിട്ടുമാണ് അവർക്ക് പൈസ. നമ്മുടെ സമയം കൊണ്ട് മറ്റുള്ളവർ ലാഭം കൊയ്യുന്നു. നമ്മുടെ കാഴ്ച കൊണ്ട്, നമ്മുടെ കേൾവി കൊണ്ട്, നമ്മുടെ കയ്യിലെ ടെക്നോളജി കൊണ്ട് മറ്റുള്ളവർ ലാഭം കൊയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് അസൂയല്ല കേട്ടോ, അസൂയല്ല. നമ്മളെ സമയം കൊണ്ട് നമുക്ക് എത്ര പഠിക്കാണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി. എത്ര ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ആശയം? നിത്യവും 17 തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് സൂറത്തു അൽ ഫാത്തിഹ. എത്ര ആൾക്കാർക്ക് അറിയാം? അവസാനത്തെ സൂറത്തുകൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ആൾക്കാരാ. എത്ര ആൾക്കാർക്ക് അറിയാം അതിന്റെ വിശദീകരണം? നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എത്ര ആൾക്കാർക്ക് അറിയാം? ആരാധനകളുടെ കൃത്യമായ രൂപം എത്ര പേർക്കറിയാം? ഇസ്ലാമിന്റെ അഹ്കാമുകൾ എത്ര പേർക്കറിയാം? അതുകൊണ്ട് പഠിക്കണം. ജീവിതത്തിൽ 24 hours ഒരു ദിവസം എത്ര മിനിറ്റ് നമ്മൾ ദീൻ പഠിക്കാൻ മാറ്റിയിട്ടുണ്ട്? ചിന്തിക്കണം. ഒരാഴ്ചയിലെ 160 മണിക്കൂറിൽ QHLSന് പങ്കെടുക്കുന്ന ഒരാൾക്ക് ആകെ വരുന്ന 1 മണിക്കൂറാണ്. ബാക്കി മണിക്കൂർ മുഴുവൻ നമ്മുടെ കാര്യത്തിൽ നമ്മൾ മാറ്റി വെക്കണം. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തിലും നമുക്ക് പഠിക്കണം. 23 കൊല്ലം റസൂലുള്ളാഹി വിശ്രമമില്ലാതെ പഠിപ്പിച്ച കാര്യം നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ വിജ്ഞാന വേദിയിൽ പഠിച്ചൂല, അരമണിക്കൂർ കുത്തുകൊണ്ട് പഠിച്ചൂല, 1 മണിക്കൂർ QHLS പഠിച്ചൂല. സമയം കണ്ടെത്തി വായിച്ചും കേട്ടും പഠിച്ചും അതിന്റെ പിന്നാലെ പോണം. അപ്പോഴാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം. എന്ത്? ഈ ഖുർആൻ നമ്മൾ പഠിക്കും, നമ്മുടെ മക്കളെ പഠിപ്പിക്കും. ഇത് പഠിപ്പിച്ചോ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് എവിടേക്കും വിടാം. നിങ്ങൾ അമേരിക്ക വിട്ട, UK വിട്ട, എവിടെ വിട്ടോട്ടെ, ഒരു കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായില്ലേ? ധൈര്യമായിട്ട് നമുക്ക് വിടാം. ഇത് പഠിച്ചാൽ നമ്മുടെ ഇണകളെ കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇണ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും പെട്ട്, മനസ്സിലായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് സമുദായം ഏറ്റെടുത്താൽ ഈ സമുദായത്തിന് ഒരു പ്രശ്നവും നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല, സ്മൂത്ത് ആയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നതാണ് സുഹൃത്തുക്കൾ ചെയ്യുക. പഠിച്ചിട്ടോ അതനുസരിച്ച് ജീവിക്കുക, അതിൽ വിശ്വസിക്കാനുള്ളത് വിശ്വസിക്കുക, ജീവിതത്തിൽ പകർത്താനുള്ളത് ജീവിതത്തിൽ പകർത്തുക. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക, നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. പഠിക്കാം, എന്നിട്ട് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുക, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക. ജീവിതത്തിൽ മാറ്റിവെക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ശൈത്താനിയത്തിന്റെ അടയാളങ്ങൾ കുറെ ഉണ്ടാവും. നമ്മുടെ സ്വഭാവത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചിന്തകളിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ വേഷവിധാനങ്ങളിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് കേൾക്കാത്തന്നെ എന്താ അറിയും? കേട്ടാ മാറേണ്ടി വരും. ഒരു പറഞ്ഞ ന്യായത, കേട്ടാ മാറേണ്ടി വരൂലേ, അതുകൊണ്ടാ കേൾക്കാത്തത്. ഒരു നാളിൽ നീ ചിന്തിക്കും, കുറച്ച് സമയം എനിക്ക് തരൂ, ഞാൻ മാറിക്കോളാന്ന് പറയും.
حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت. മലക്കുൽ മൗത്തും സംഘവും റൂഹിനെ പിടിക്കാൻ വരുമ്പോ മനുഷ്യൻ പറയും പഠിച്ചവനെ കുറച്ചു നേരം ഒന്ന് മടക്കി തരും. ലഅല്ലി അഅമല സ്വാലിഹൻ ഫീമാ തറക്തു, ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ തോന്നും ഞമ്മക്ക് തെറ്റ് വേണ്ടിയിരുന്നില്ല, നന്മ ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെറ്റൊഴിവാക്കുക, നന്മയിൽ നമ്മൾ വ്യാപൃതരാവുക, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മൾ ചിട്ടയോടുകൂടെ നിർവഹിക്കുക. നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവികളും നമ്മുടെ ഇടപാടുകളും നമ്മുടെ സുഹൃത്ത് വലയങ്ങളും നമ്മുടെ ശീലങ്ങളും എല്ലാം നമ്മൾ നന്നാക്കി തീർക്കുക. ഒരു കാഴ്ച മതി ഒരാളെ തെറ്റിക്കാൻ. അല്ലെ, നിരീശ്വരവാദം എവിടുന്നാ പഠിക്കണേ? യൂട്യൂബിലെ ഷോർട്സ് എന്നാ പഠിക്കണേ. പുതിയ പുതിയ വേഷങ്ങളും രൂപങ്ങളും ശീലങ്ങളും ഇതൊക്കെ എവിടുന്ന ഉണ്ടാവണേ? എന്നാ മോനെ ഫോണ് നമുക്ക് പണിയെടുക്കാം, ഓൻ ഫോൺ നോക്കിക്കോളും. പക്ഷെ ഓന്റെ വിശ്വാസവും ഓന്റെ ശീലവും ഓന്റെ രൂപവും ഓന്റെ കോലക്കൾ മാറും ഒരാഴ്ച അത് ഉപയോഗിച്ചാൽ. കൊടുക്കണ്ടെന്ന് ഞാൻ പറയല്ല. എന്തിന്, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്തിനുപയോഗിക്കുന്നു, അത് നോക്കിയിട്ടേ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികളെ കൈവിട്ടു പോവും. മനസ്സിലായോ? നമ്മൾ വലിയ ധീരമുള്ള ആളായിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ പണ്ഡിതന്മാരുടെ കോലായി കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും. എന്റെ മോക്കൊരു ബന്ധമുണ്ട്, ഏതോ ഒരുത്തനാണ്, ഏതോ എവിടുത്തെ ആളാണ്, ഒന്ന് കൗൺസിലിംഗ് നടത്തിയിട്ടോ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്ത് വലയങ്ങൾ പ്രശ്നമാണ്, ശ്രദ്ധിക്കണം. കാഴ്ചകൾ, കേൾവികൾ, ചിന്തകൾ, വീട്ടിലെ ചുറ്റുപാടുകൾ, ഇതൊക്കെ ഇസ്ലാമികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. എല്ലാവരും ലിബറലാണ്. ഇപ്പൊ പെരുന്നാളായപ്പോ കണ്ട എല്ലാവരും സെൽഫി എടുത്ത് ഒക്കെ സ്റ്റാറ്റസ് വെച്ച്, ആണും പെണ്ണും എല്ലാവരും ഉണ്ടായില്ലേ. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള അനുവാദമാണ് നമുക്ക് കയ്യിലുള്ളത്. പക്ഷെ എല്ലാവരും വിശാലമായി ചിന്തിക്കണം. അല്ലെ, വിശാലമായി ചിന്തിക്കുക. ചിലർക്ക് മ്യൂസിക്കിന്റെ പാട്ടൊക്കെ വെച്ചിട്ട് റീൽസ് ആക്കിയിട്ട് ഷോർട്സ് ആക്കിയിട്ടൊക്കെ ഷെയർ ചെയ്യും. ഇതിപ്പോ അതിന് മ്യൂസിക് ഉണ്ടല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല, ഉണ്ടാക്കിയ ഞാനാണത്, എന്നോ ശ്രദ്ധിച്ചില്ല. ലിബറലായിക്കൊണ്ടിരിക്കുകയാണ് അറിയാണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധി കാക്കണം. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചാറ്റിംഗ്, നമ്മുടെ കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആരുമായിട്ടും ചാറ്റ് ചെയ്യുക എത്ര അപകടങ്ങൾ ഉണ്ടാക്കുന്നു, എത്ര ആളുകളുടെ പോക്കറ്റിലെ കാശ് പോയി, എത്ര ആളുകളുടെ മേൽ കേസ് വന്നു, എത്ര ആളുകളുടെ അഭിമാനം പോയി, എത്ര ആളുകളുടെ കുടുംബം തകർന്നു. ഒക്കെ ഇത്തിരിപ്പോന്ന ഈ സാധനം ഉണ്ടാക്കിയ ദുരന്തം ചില്ലറുന്നതല്ല. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടെ, ആത്മാർത്ഥമായ സ്നേഹം, മതം കണ്ട തടസ്സമില്ലാത്ത സ്നേഹം എന്റെ അമ്പലത്തിൽ കൊണ്ടിട്ടെ കല്യാണം കഴിഞ്ഞു. മതം നോക്കിയില്ലേ, വേഷം ധരിപ്പിച്ചില്ലേ, ഒട്ടണീപ്പിച്ചില്ലേ, ആചാരമനുസരിച്ച് കല്യാണം കഴിച്ചില്ലേ. എവിടുന്ന പരിചയപ്പെട്ടത്? ഇൻസ്റ്റാഗ്രാമിനോട് തുടങ്ങിയ ബന്ധമായിരുന്നു. ആരാ എന്താണെന്നറിയാത്ത ഏതോ ഒരുത്തന് ഏതോ ഒരാളുടെ ഫോട്ടോ ഇട്ടിന്, ആ ഫോട്ടോ കണ്ടായിട്ട് നിരമ്പ് കയറിയാണ്ട് അതിന്റെ പിന്നാലെ പോണ്ട, ആ ഫോട്ടോ അയാളുണ്ടാവില്ല. മനസ്സിലായില്ലേ? മാത്രവുമല്ല, ഫോണിലൂടെ ബന്ധപ്പെട്ട ഒരാളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊന്നും വെറുതെ അല്ല. ഇതൊക്കെ എന്താണ്? ഒരാളെ നേരിട്ട് പോയി അപ്രോച്ച് ചെയ്ത പ്രശ്നമാണ്. അപ്പൊ ഇഷ്ടമാണ്, പരിചയം കൊടുക്കുക, ആദ്യം സംസാരിക്കണം, വിശേഷങ്ങൾ അന്വേഷിക്കണം. പിന്നെ ആര് ചോദിച്ചാലും തുറന്നു പറയാൻ മനസ്സുള്ള വിശാല ഹൃദയന്മാര് കുറെ ഉണ്ടല്ലോ. ആരാ ചോദിക്കണേ, എന്താ പറയണമെന്നില്ല, ഭർത്താവുമായിട്ട് വലിയ സംസാരമൊന്നുമില്ല, ഭാര്യയോട് ശൃംഗരിക്കാൻ താല്പര്യമൊന്നുമില്ല. എന്നാൽ അന്യപുരുഷന്മാരെ, അന്യ സ്ത്രീകളെ കിട്ടിയാൽ എല്ലാം തുറന്നു പറഞ്ഞ് സ്നേഹനിധിയായി പോറ്റി കൊണ്ടടക്കാനും, ആരും അറിയാതെ ബന്ധം മുറിയരുതേന്ന് വിചാരിച്ച് കൊണ്ടടക്കാൻ ആൾക്കാരുണ്ട്. ഉണ്ടാവും. ഒരു അന്യ സ്ത്രീ ഒരു അന്യപുരുഷനും ഒറ്റക്കായ മൂന്നാമത്തെ ശൈത്താനാണ്. നല്ല പഞ്ചാര തേച്ച് തരും രണ്ടിന്റെ അടിയില്. മനസ്സിലായല്ലേ? ഭാര്യക്കും ഭർത്താവിനടി കച്ചറക്കെ സമയം ഉണ്ടാവുള്ളൂ. അത് ശൈത്താന്റെ വേറെ അജണ്ടയാണ്. അവിഹിതങ്ങൾക്ക് ഭയങ്കര സന്തോഷവും സുഖവും രസവും ശൈത്താൻ ഉണ്ടാക്കും. അതുകൊണ്ട് വേറെ അജണ്ടയാണ്, നശിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഹറാമുകൾ വെടിയാൻ നമുക്ക് പറ്റണം. ഖുർആൻ പഠിച്ചും പാരായണം ചെയ്തും മനഃപാഠമാക്കിയും കേട്ടാസ്വദിച്ചും അതിന്റെ സ്വാധീനം ഉൾക്കൊണ്ടും അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചും അതിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. ഇബ്നു ഖയ്യിം പറയാണ്, മഹബ്ബത്തു കലാമില്ലാഹ് ഫഇന്നഹു മിൻ അലാമത്തി ഹുബ്ബില്ലാഹ്. അള്ളാന്റെ ദീന് പഠിക്കാനും പകർത്താനും നിനക്കുള്ള ഇഷ്ടം അള്ളാഹിനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളമാണ്. അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ, ഖുർആനെ സ്നേഹിക്കും, ഖുർആൻ പഠിക്കും, ഖുർആൻ അനുസരിച്ച് ജീവിക്കും. എനിക്ക് ഏറ്റവും ബാധ്യത എൻ്റെ പടച്ചവനോടാണ്.
എന്ന് വന്നാൽ സുഹൃത്തുക്കളെ, എന്താ നമ്മൾ ഈ കഴിഞ്ഞ അസർ നിസ്കാരത്തിന് വരെ ചൊല്ലിയത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താ? അല്ലാഹു നീയാണ് ഏറ്റവും വലിയവൻ. എത്ര വട്ടാണ് നമ്മൾ പറഞ്ഞത്? അത് ജീവിതത്തിൽ അതുപോലെയാക്കാൻ നമുക്ക് പറ്റണം. അതുപോലെയാക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ഇസ്ലാം പഠിച്ചും പകർത്തിയും സൂക്ഷിച്ച് ജീവിക്കണം. ഒരാൾ ബസ് കയറി, വേറൊരാളെ അടുത്ത് വന്നിരുന്നു. ആളെ ലഗേജും അയാളുടെ ബാഗേജും ഫുൾ ഇയാളെ മടിയിലാണ്. അയാളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്തെങ്കിലൊന്നും പറയാത്ത ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ആളാണ്, കച്ചറ കൂടാൻ സമയമില്ല. സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. കല്യാണപ്പന്തലിൽ ബിരിയാണി റെഡിയാക്കി വധൂവരന്മാരെ കാത്തു നിന്ന് കല്യാണം പൊടിപൊടിക്കാൻ വേണ്ടി നിൽക്കുന്ന എത്ര വീടുകളാണ് മരണത്തിന്റെ വീടായത്. ഉപ്പച്ചിയെ കാത്ത്, ഗൾഫിൽ നിന്ന് വരുന്നതും കാത്ത്, എയർപോർട്ടിന്റെ പുറത്ത് കാത്തു നിന്ന മക്കൾക്ക് കേൾക്കേണ്ടി വന്ന വാർത്ത എന്താണ്? വിമാനം ഖത്തറിലേക്ക് വീണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നു, മയ്യത്തുമായിട്ട് തിരിച്ചു വന്നു. ജീവിതം എത്ര നിസ്സാരമാണ്. അസ്തമിക്കാനിരിക്കുന്ന സൂര്യനെ ചൂണ്ടിക്കാണിച്ച റസൂൽ എന്ന് പറയാണ്, ആ സൂര്യനും അസ്തമയത്തിനും ഇടക്കുള്ള സമയം മാത്രമാണ് നിങ്ങളുടെ ആയുസ്സിലുള്ളത്. ഇത് നമുക്കിവിടെ കിട്ടാനുള്ളത് സുഹൃത്തുക്കളെ. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഭാര്യ മറ്റൊരുത്തന്റെ ഭാര്യയാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഭർത്താവ് വേറെ ഒരു തീയുടെ ഭർത്താവാണ്. നമ്മുടെ സ്വത്ത് നമ്മുടെ അനന്തരവന്മാരുടേതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ വീടുകൾ അവർ മോഡിഫിക്കേഷൻ നടത്തും. ചിലപ്പോൾ ഈ നാടിനെ വിട്ട് ഒരു വേറെ സ്ഥലത്ത് പോകും. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കണം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ തകർച്ച ഭയക്കേണ്ടതില്ലാത്ത ഒരു ലോകം മരണത്തിനപ്പുറത്ത് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അത് കിട്ടാൻ ഒറ്റ അവസരമുള്ളൂ. മക്കളോട് പറയില്ലേ, മക്കളെ പഠിച്ചോളി, ഇത് പഠിക്കാനുള്ള അവസരമാണ്. ഉപ്പച്ചി എല്ലാ സൗകര്യവും ചെയ്തെന്നാണ്, ഉമ്മച്ചി എല്ലാ സപ്പോർട്ടും തരാം, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കണം, നല്ല പഠിച്ചോളി, ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. സുഹൃത്തുക്കളെ, നമ്മക്കൊക്കെയുള്ള അവസരമാണ് ജീവനുണ്ട് എന്നുള്ളത്. ജീവനുണ്ട് എന്നുള്ളത് നമുക്കൊക്കെയുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം പാഴാക്കാതെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ മുന്നേറാൻ, ദീന് പഠിക്കാനും അത് പകർത്താനും, നമ്മുടെ വീഴ്ചകൾ വെട്ടി ചുരുക്കി അതിനെ ഓരോന്നിനെയും ക്ലിയർ ചെയ്ത് ന്യായം നിരത്താതെ മുന്നോട്ട് പോകാനും ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നല്ലത് മാത്രം കണ്ടും നല്ലത് മാത്രം കേട്ടും നല്ലതിനു വേണ്ടി മാത്രം എല്ലാം ഉപയോഗിച്ചു പടച്ചോന് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ടെന്ന് തീർപ്പാക്കിയിട്ട് നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ നന്മക്ക് വേണ്ടി വിനിയോഗിച്ച് ദഅവത്തിലും ദീനീ കാര്യത്തിലും പള്ളി മദ്രസ വിഷയങ്ങളിലും എല്ലാം നമ്മൾ സജീവമായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, ഹിഫ്ദ് പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് ഒരു സ്ഥാപനമുണ്ട്. അതിനുവേണ്ട സഹായങ്ങൾ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. നമ്മളതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ ആര് വാങ്ങിച്ചതാ? നമ്മളല്ലേ. ആ പള്ളിക്ക് കയറുമ്പോൾ ചവിട്ടി നമുക്ക് വാങ്ങിച്ചൂടെ? ആ പള്ളിയിൽ ഫീസായ ഒരു ബൾബ് നമുക്ക് വെച്ചു കൊടുത്തൂടെ? ആ പള്ളിയിൽ ഖുത്ബ കേൾക്കുന്ന, ആ പ്രസംഗം നടക്കുന്ന ആ സൗണ്ട് സിസ്റ്റം നമുക്ക് ചെയ്തു കൊടുത്തൂടെ? നമ്മളെങ്ങനെ ഒരു വീടുണ്ടാക്കിയ പൈസ ഉണ്ടായിട്ടാണോ? പതിയെ 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 ചെയ്തതല്ലേ? ഇങ്ങനെ പതിയെ 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 നമുക്ക് സ്വർഗത്തിലേക്ക് ഒരു ഭവനം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, പരിശ്രമമുണ്ടെങ്കിൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ദീനിന്റെ വഴിയിൽ മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും സമയം നമ്മൾ ദീനിയായിട്ട് കേട്ടതും കണ്ടതുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين.